بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أعوذ بالله السميع العليم من الشيطان الرجيم اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. സമാദരണീയരായ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ചെരുപ്പിൻ്റെ വാറിനേക്കാൾ സമീപസ്ഥമായ മരണചിന്ത നിലനിർത്തിക്കൊണ്ട് നമ്മുടെ അന്വേഷണത്തിനോ പരീക്ഷണത്തിനോ വിധേയമാവാത്ത മരണശേഷം അല്ലാഹു നമുക്ക് ലോകാവസാനം വരെ നിശ്ചയിച്ചിട്ടുള്ള 6 അടി മണ്ണിനെപ്പറ്റി ആലോചിച്ച് ഉടുതുണിയില്ലാതെ നഗ്നപാതരായി, പുരുഷന്മാരാണെങ്കിൽ ചേലാകർമ്മം ചെയ്യപ്പെടാത്ത രൂപത്തിൽ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്ന യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് അള്ളാഹു നൽകിയ ഈ അനുഗ്രഹീത ജീവിതം, വളരെ ചെറിയ ജീവിതം, അവൻ്റെ കൽപ്പനകൾക്കനുസരിച്ച് പരിവർത്തിപ്പിക്കാൻ പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ആമുഖമായി എല്ലാവരെയും ഉണർത്തുന്നു, ഉപദേശിക്കുന്നു. ഒരു വാരാന്ത പതിപ്പിൽ ലോകത്തെ ഏറ്റവും വലിയ ഒരു മൃഗശാലയെ സംബന്ധിച്ചുള്ള വിശദീകരണം വായിച്ചത് ഓർക്കുകയാണ്. 3 ദിവസം വേണം അത്രേ അത് കണ്ട് തീർക്കാൻ. അതുകൊണ്ട് തന്നെ സന്ദർശകർ 3 ദിവസം താമസിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി വരണം. ലോകത്തെ ഏറ്റവും എല്ലാ വിധത്തിലുള്ള പക്ഷികളും പറവകളും ഇഴജന്തുക്കളും ആ മൃഗശാലയിലുണ്ട്. ഓരോ സ്റ്റാളിലേക്ക് കയറുമ്പോഴും അതിന് മുമ്പ് തന്നെ മുമ്പിലൊരു ബോർഡിൽ ആ ജീവിയുടെ ഫോട്ടോ, അതിൻ്റെ പേര്, അതിൻ്റെ സ്വഭാവം, അതേത് നാട്ടിലാണ് കാണപ്പെടുന്നത്, എന്താണതിൻ്റെ പ്രത്യേകത എന്നെല്ലാം ഒരു ചെറിയ വിശദീകരണമുണ്ട്. അതുകൊണ്ട് സന്ദർശകർക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ ഈ ജീവിയെപ്പറ്റി കൃത്യമായൊരു ധാരണയുണ്ടാവും. അങ്ങനെ 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാം ദിവസം വൈകുന്നേരം അവസാനത്തെ സ്റ്റാള് സന്ദർശിക്കുകയാണ്. അതിൻ്റെ വാതിൽ അടച്ചു വച്ചിരിക്കുന്നു. അതിനുള്ളിലുള്ള ജീവിയെപ്പറ്റിയുള്ള വിശദീകരണം വാതിൽ പുറത്താണ് എഴുതിയിട്ടുള്ളത്. അത് വായിച്ച് താല്പര്യമുണ്ടെങ്കിൽ മാത്രം തുറന്നാൽ മതി എന്നതാണ് സംഘാടകരുടെ തീരുമാനം. അതിലെഴുതിയിരിക്കുന്നത്, നിങ്ങൾ 2-3 ദിവസമായി ഞങ്ങൾ ഈ സ്ഥാപനം സന്ദർശിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇനി നിങ്ങൾ സന്ദർശിക്കാൻ പോകുന്നത് അവസാനത്തെ സ്റ്റാളാണ്. അത് വാതിൽ അടച്ചു വെക്കാനുള്ള കാരണം, നിങ്ങൾ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ക്രൂരനായ ജീവിയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതുകൊണ്ട് വളരെ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം കണ്ടാൽ മതി, നിർബന്ധമുള്ളവർ മാത്രം തുറന്ന് നോക്കിയാൽ മതി എന്നാണ്. അപ്പോൾ ലേശൊരു പേടി ഉള്ളിലുണ്ടാവും. ചില ആളുകൾ വിചാരിക്കും, ഏതായാലും പൈസ കൊടുത്താലല്ലേ ഈ സ്റ്റാളും കൂടി കണ്ടിട്ട് പോവാം. അപ്പോൾ 2-3 ആളെ സഹായത്തോടൊക്കെ ഒന്ന് കരുതി മുൻകരുതലോടുകൂടി ഇങ്ങനെ പതുക്കെ വാതിൽ തുറക്കുമ്പോൾ അവിടെ ഒരു കണ്ണാടിയാണ്. കണ്ണാടിയിൽ അവർ കാണുന്നത് അവരെ തന്നെയാണ്. ഒരു വലിയ സന്ദേശമാണിത്. അവർ കാണിച്ച ആ കാഴ്ചക്ക് അടിവരയിടുന്ന വാർത്തകളാണ് ഓരോ ദിവസവും നമ്മുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. 50 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയ ഒരാളോട് ഒന്ന് ഫോണിൽ സംസാരിക്കണമെങ്കിൽ ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നു. എൻ്റെ നാട്ടിൽ നിന്നൊക്കെ വലിയങ്ങാടി വന്നിട്ട് ഫോൺ ചെയ്ത ആളുകളുണ്ട് ഒന്ന് ഫോണിൽ സംസാരിക്കാൻ. ഇന്ന് നമ്മൾ ഇരുന്ന ഇരിപ്പിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ആളുകളുമായി ബന്ധപ്പെടാൻ നമ്മുടെ കയ്യിൽ സൗകര്യമുണ്ട്. ഇപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യാഭ്യാസത്തിലൊക്കെ മനുഷ്യർ അഭൂതപൂർവമായ വളർച്ച നേടിക്കൊണ്ടിരിക്കുമ്പോൾ
മറുഭാഗത്ത് മനുഷ്യൻ എന്ന നിലക്കുള്ള മാനുഷിക മൂല്യങ്ങളിൽ നേരെ കീപ്പട്ടാണ് വളർന്നുകൊണ്ടിരിക്കുന്നത്. വാർത്തകളൊന്നും നിങ്ങളോട് ഞാൻ വിശദീകരിക്കേണ്ടതില്ല. സോഷ്യൽ മീഡിയ എന്നേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കുന്ന ആളുകളാണ് എൻ്റെ മുമ്പിലുള്ളത്. പ്രായമായ മാതാപിതാക്കളെ അടിച്ചു കൊല്ലുന്ന മക്കൾ, മൊബൈല് കളിക്കാൻ കൊടുക്കാത്തതിൻ്റെ പേരിൽ പിറന്ന മാതാവിനെ കൊല്ലുന്ന മക്കൾ. എന്താ വിശദീകരിക്കേണ്ടതെന്ന് അറിയില്ല. എന്താ ഇത് കാണിക്കുന്നത്? വിജ്ഞാനം കൂടുകയാണ്, അറിവ് കൂടുന്നു, തിരിച്ചറിവ് കുറയുന്നു. അറിവുകളൊന്നും മനുഷ്യനെ നന്നാക്കാൻ ഉപയുക്തമാകുന്നില്ല. മനുഷ്യൻ്റെ നന്നാകേണ്ട ഭാഗം നന്നാക്കാനുള്ള മാർഗം ശാസ്ത്രത്തിൻ്റെ കയ്യിലില്ല. നമ്മുടെ നിയമസഭയിൽ ലഹരിയെപ്പറ്റി ചർച്ച വന്നു. എന്തേ ചർച്ച ആയതെന്ന് MLA-മാർക്ക് വരെ അറിയില്ല. കാരണം എവിടെയും എത്തൂലത്. നിങ്ങൾക്ക് ഏതെങ്കിലും പരിചയമുള്ള MLA-മാരോ മന്ത്രിമാരോട് ചോദിച്ചു നോക്കുക, നിങ്ങൾ ആ ചർച്ച എവിടെ അവസാനിപ്പിച്ചതെന്ന്. എന്ത് പരിഹാരമാണ് നിയമസഭ ലോകത്തോട് നിർദ്ദേശിച്ചിട്ടുള്ളത്? ഒന്നുമില്ല, കഴിയില്ല. നിങ്ങൾ ആരെങ്കിലും ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ പോയ കാര്യമൊക്കെ കഴിഞ്ഞു, പൈസ ഒക്കെ കൊടുത്ത് മരുന്നൊക്കെ വാങ്ങി പോരാൻ കാലത്ത് ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടറെ എൻ്റെ മനസ്സൊന്ന് നന്നാവാൻ ഒരു ടോണിക് എഴുതി തരണം എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ പറയും, ഞാനും കുറേ കാലമായിട്ട് നോക്കി നടത്തുക, എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? മെഡിക്കൽ സയൻസിൻ്റെ പിടുത്തത്തിൽ ഒതുങ്ങുന്നതല്ല മനുഷ്യൻ്റെ മനസ്സ്. അവിടെയാണ് ഖുർആനും വേദഗ്രന്ഥവും നോമ്പടക്കമുള്ള ഇബാദത്തും ഏറ്റവും ശാസ്ത്രീയമാകുന്നത്. അപ്പം മനുഷ്യൻ എന്ന നിലക്ക് മനുഷ്യൻ ഭൗതികമായി വളരുന്നു, ആത്മീയമായി തളരുന്നു. ഇത് മതത്തിലുമുണ്ട്, ആദർശത്തിലുമുണ്ട്. ഹജ്ജത്തുൽ വിദാഇൽ ഇറങ്ങിയ ഒരു ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തരുന്നു. 4 ആളിൽ ആരംഭിച്ചതാണ്. പ്രവാചകന്റെയും തൻ്റെ ഇണയുടെയും സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെയും അകമ്പടിയോടെ ആരംഭിച്ച ഈ പ്രയാണം പ്രലോഭനങ്ങളും പ്രകോപനങ്ങളും മർദ്ദനങ്ങളും ആക്ഷേപങ്ങളും പലായനവും 57ഓളം യുദ്ധങ്ങളും 1000ഓളം മനുഷ്യരുടെ ജീവഹാനിയും എല്ലാം തരണം ചെയ്ത് പൂർത്തീകരണത്തിലെത്തുകയാണ്. എല്ലാവരും സന്തോഷിച്ചു. കാരണം ഒരു ആദർശം പൂർത്തിയായല്ലോ, അതിന് നമ്മൾ സാക്ഷികളുമായല്ലോ. ആ സന്തോഷിച്ച 100 കണക്കിനല്ല, ഏകദേശം 1,00,000ഓളം സ്വഹാബിയുടെ കൂട്ടത്തിൽ കരഞ്ഞ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയുടെ പേരാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അപ്പം എല്ലാവർക്കും അത്ഭുതമായി. ആദർശം പൂർത്തിയായാൽ സന്തോഷിക്കല്ലേ വേണ്ടത്? നിങ്ങളെന്താണ് ഇന്ന് കരയാൻ കാരണം? ആ കാരണം 1400 കൊല്ലം മുമ്പ് ആ മനുഷ്യൻ പറഞ്ഞ വാക്കിന് അടിവരയിടുന്നു ഞാനും നിങ്ങളും അടക്കമുള്ള മുസ്ലിം ഉമ്മത്ത്. എന്താ പറഞ്ഞതെന്നറിയോ? ഫമാദാ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ. ഒരാദർശം വളർച്ച പൂർത്തിയായാൽ പിന്നെ നശിക്കലല്ലേ എന്നാണ്. ഒരു വാഴ ഞാനാണ് വെച്ചത്, ഞാനാണ് വെള്ളം പാരുന്നത്, ഞാനാണ് വളമിട്ടത്, ഞാനാണ് സംരക്ഷിക്കുന്നത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ശ്രദ്ധിക്കുകയാണ്. കൊല വന്നത്തെ താല്പര്യത്തോടെ കൂടെ നോക്കി. കൊലയുടെ ഭാരം കൂടുമ്പോൾ കുത്തുകൊടുത്തു, അതിന് പ്രത്യേകമായ വളം ചേർത്തു. അങ്ങനെ ഞാൻ നട്ട വാഴയിൽ, വാഴക്കൊലയിൽ ഒരു വാഴപ്പഴം പഴുത്താൽ ഉമ്മ പറയും, മോനെ അത് വെട്ടിക്കാളാ. ഏതാ വെട്ടാൻ പറഞ്ഞത്? വാഴക്കൊല. ഞാൻ വെട്ടലേതാ? വാഴക്കൊല വെട്ടി അതേ കൈകൊണ്ട് വാഴനെയും വെട്ടും. കാരണം എന്താ അറിയോ? അതിൻ്റെ വളർച്ച പൂർത്തിയായി. ഒരു മരത്തിൻ്റെ, ഏതൊരു സംരംഭത്തിൻ്റെയും വളർച്ച പൂർത്തിയാൽ പിന്നെ നശിക്കലല്ലേ? സത്യത്തിൽ ആത്മീയമായി എന്താണ് ഈ തളർച്ച, ഈ നാശത്തെപ്പറ്റി ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു ഭയപ്പെട്ടത്? മെമ്പർമാർ കുറയുന്നതാണോ? അല്ലല്ലോ, മെമ്പർമാർ കൂടിയതല്ലേ, മുസ്ലിം രാജ്യങ്ങൾ കൂടിയതല്ലേ. നമ്മുടെ പ്രദേശത്ത് തന്നെ സംഘടനകളും പ്രസ്ഥാനങ്ങളും സ്ഥാപനങ്ങളും മതം പഠിക്കുക, മൊബൈൽ തുറക്കാൻ വയ്യ, വയലിനോണ്ട് ഇടങ്ങറാണ്. പക്ഷേ ഫലത്തിൽ നമ്മൾ ആത്മീയമായി മേൽപോട്ടാണോ കീഴ്പോട്ടാണോ പോകണമെന്ന് പരിശോധിച്ച് നോക്കേണ്ടി. എല്ലാം വളരുകയാണ്. അറിവ് കൂടുന്നു, തിരിച്ചറിവ് കുറയുന്നു. മതാധ്യാപനങ്ങൾ കൂടുന്നു. മതത്തിൻ്റെ അന്തസ്സത്ത മുസ്ലിം ഉമ്മത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് ചോർന്ന് 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 പോയിക്കൊണ്ടിരിക്കുന്നു. ഒരാൾക്കൂട്ടമായി ഇബാദത്തുകളൊക്കെ ഒരു ചടങ്ങായി മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വളർച്ചയെപ്പറ്റിയും തളർച്ചയെപ്പറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഅബയുടെ പരിസരത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അന്ന് 4 ആളുള്ളൂ ഇസ്ലാമിൽ. ഒന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്, മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയാണ്, പിന്നെ അലി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ 8 വയസ്സായ കുട്ടിയാണ്.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. 4 ആള്. അപ്പോൾ ഉള്ള അവസ്ഥ അറിയാലോ. കഅബയുടെ പരിസരത്ത് വിശ്രമിക്കുമ്പോഴാണ് ഈ ആദർശം ഉള്ളിലൊതുക്കി തലേന്ന് രാത്രി നേരം വെളുക്കുന്നവരെ കൊടിയ മർദ്ദനമേറ്റ പാടുമായിട്ടൊരു സ്വഹാബി പ്രവാചകന്റെ അടുക്കലേക്ക് വരുന്നത്. ചോദിച്ചു അദ്ദേഹം, അലാ തദ്ഉ ലനാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? അലാ തസ്തൻസിറു ലനാ യാ റസൂലല്ലാഹ്, പ്രവാചകരെ താങ്കൾ ഞങ്ങൾക്ക് വേണ്ടി സഹായം തേടുന്നില്ല? ഈ അടിയും തൊഴിയും മർദ്ദനവും എത്ര കാലം സഹിക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുചരനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, സഹോദര, നിങ്ങൾക്ക് മുമ്പും ഇവിടെ വിശ്വാസികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ കടന്നുപോയ കനൽപദങ്ങൾ ഇതിനേക്കാൾ തീഷ്ണമായിരുന്നു. ഉദാഹരണം പറഞ്ഞു കൊടുത്തു. ഒരു മനുഷ്യനെ ജീവനോടെ കുഴിച്ചിട്ട് ആ ഈർച്ചവാള് കൊണ്ട് മരം ഈരുന്നത് പോലെ 2 കഷ്ണമാക്കിയ അനുഭവം ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരാരും MDMA വഹിച്ചത് കൊണ്ടായിരുന്നില്ല, അവർ ലഹരി വാഹകരായത് കൊണ്ടായിരുന്നില്ല, അവർ രാജ്യദ്രോഹ കുറ്റം ചെയ്തതുകൊണ്ടായിരുന്നില്ല, അള്ളാനെ മാത്രം ആരാധിക്കും എന്ന് തീരുമാനിച്ചതിൻ്റെ പേരിലായിരുന്നു. ചില മനുഷ്യരെ ജീവനോടെ ഇരുമ്പിൻ്റെ ചീർപ്പ് കൊണ്ട് ഇറച്ചി മുഴുവൻ വാർന്നെടുത്ത് അസ്ഥി മാത്രമായി നിർത്തി വേദന കൊണ്ടത് പൊളയുന്നത് കണ്ട് സന്തോഷിച്ച ആയിരക്കണക്കിന് ശത്രുക്കൾ ജീവിച്ചു കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ ചെയ്ത തെറ്റും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു എന്നതാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അറേബ്യയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഈ ആദർശമനുസരിച്ച് ജീവിക്കുവാൻ ഭയപ്പാടില്ലാത്തൊരു കാലഘട്ടം വരും. ആ വരും എന്ന പ്രവചനം അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ദിവസം പൂർത്തിയായി. എന്നാൽ അതേ തിരുനാവ് കൊണ്ട് ഈ ആദർശത്തിനുണ്ടാകാവുന്ന അപജയത്തെ പറ്റിയും പറഞ്ഞിട്ടില്ലേ? മാ ബഖിയ മിനൽ ഇസ്ലാമി ഇല്ലസ്മുഹു, ഇസ്ലാമിൻ്റെ പേരിൽ പേര് മാത്രം അവശേഷിക്കുന്ന ഒരു കാലം വരും. എന്താണ് ഇസ്ലാമിൻ്റെ പേര് എൻ്റെ ജീവിതത്തിലുള്ളത്? പേര് അറബി പേരാണ്, വേറൊന്നും ഉണ്ടാവില്ല. അതിൻ്റെ ജീവിക്കുന്ന തെളിവുകളാണ് നമ്മൾ. നമുക്ക് ചില ആൾക്ക് പേരുമില്ല. ഒരു 25 കൊല്ലം മുമ്പ് നമ്മുടെ മദ്രസയിലെ ഹാജർ പട്ടികയും ഇപ്പുറത്തെ ഹാജർ പട്ടികയും നിർത്തി വായിച്ചു നോക്കിയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും, പേരുമില്ല. നമ്മുടെ നാട്ടിലിപ്പോൾ ഞാൻ ഇസ്ലാമികമായിട്ട് പേര് കാണുന്നത് വിദേശ മറ്റ് തൊഴിലാളികളെയാണ്, അന്യ സംസ്ഥാന തൊഴിലാളികളെ. UP നിന്നും ബീഹാറിൽ നിന്നൊക്കെ വരുന്ന മുസ്ലിങ്ങളെ പേര് ചോദിച്ചാൽ ബേജാറായി പോവും. നല്ല പേരാണ്, ആ പേര് നമുക്കില്ല, നമുക്കത് പേരുമില്ല എന്നർത്ഥം. മാ ബഖിയ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, പരിശുദ്ധ ഖുർആനിൽ അവശേഷിക്കുക അതിൻ്റെ ലിപികൾ മാത്രമാണ്. ഖുർആനും മുസ്ലിങ്ങളുടെ ജീവിതം തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. പരിശോധിച്ച് നോക്കൂ, നമ്മൾ ഖുർആനിൽ നോക്കി ജീവിതത്തിൽ ഏത് കാര്യമാണ് തീരുമാനിച്ചിട്ടുള്ളത്? ദുആ, പ്രാർത്ഥന പോലും വഴിമാറിപ്പോവാണ്. ഖുർആന്റെ 1/3 ഭാഗം പഠിപ്പിച്ചത് അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാവുന്ന, പക്ഷെ കേരളത്തിലെ ബഹുഭൂരിഭാഗം ആളുകൾക്കും അതുപോലും മനസ്സിലായിട്ടില്ല. അവരൊക്കെ വീട്ടിൽ ഖുർആനില്ലേ ഉണ്ട്. പിന്നെ ഖുർആൻ നമ്മളുടെ ബന്ധം എന്താ? കുടിരിക്കലിൻ്റെ തലേ ദിവസം അല്ലെ കുടിരിക്കലിൻ്റെ അന്ന് രാവിലെ സുബീൻ്റെ മുമ്പ് ഖുർആനുമായിട്ട് ഇങ്ങനെ പോണ് കാണാം. എന്നിട്ട് അതാദ്യം വീട്ടിൽ കൊണ്ടുപോയിട്ട് ഷെൽഫിൽ വെച്ചാൽ കഴിഞ്ഞു, പിന്നെ ആ സാധനം തൊടൂല. ഇത്രേ ഖുർആനുള്ള ബന്ധമുള്ളൂ. റമദാൻ്റെ മുമ്പ് ഒരു മഹല്ലിൽ അഹ്ലൻ റമദാൻ പരിപാടി, അതൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു. 500ഓളം ആളുകളുണ്ട്, ആണുങ്ങളൊരു ഭാഗത്ത് പെണ്ണുങ്ങളൊരു ഭാഗത്ത്. ഖുർആന്റെ മാസമാണല്ലോ റമദാൻ. ഞാൻ ആ സദസ്സിനോട് ഒറ്റ കാര്യം പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇവിടെ വരിക, ഈ സ്റ്റേജിൽ വരിക, നിങ്ങളതിൽ ഖുർആൻ ഞാൻ തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേജ് എടുത്തിട്ട് ഒരൊറ്റ പേജ് തജ്വീദിൻ്റെ എല്ലാ നിയമവും പാലിച്ചുകൊണ്ട് ഓതാൻ സാധിക്കുമെങ്കിൽ ഒന്ന് ഓതണം. ഒറ്റ കുട്ടി വന്നില്ല. ഇവരാരും ഖുർആൻ ഓതാത്തവരല്ലല്ലോ. ഇവർ പോലൊക്കെ ഇപ്പോൾ ഖുർആൻ ഓതുണ്ടാവൂലേ? റമളാൻ നമ്മൾ ആകെ ചെയ്യുന്ന ഇബാദത്ത് എന്താ? ഖുർആൻ ഓത്ത. അത് 4 ആളെ മുമ്പിൽ ഓതാൻ ധൈര്യമില്ലാത്തോലെ ഓത്തെങ്ങനെ അള്ളാഹ് ഉപലെത്തുക? എന്നാലും ഞാനൊന്ന് ഖുർആൻ ഓതാൻ പഠിക്കട്ടെ. നമ്മളൊക്കെ പള്ളികളിൽ ഇപ്പോൾ ഈ ഹാഫിളീങ്ങളാണ്. നമ്മൾ ആരെങ്കിലും ആ ഹാഫിളീങ്ങളായ ഇമാമിങ്ങൾ എടുത്ത് പോയിട്ട് നിങ്ങൾ ഞാൻ ഓതുന്ന ഖുർആൻ ഒന്ന് തെറ്റുണ്ടോ നോക്കണട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്താ കാര്യം? അതങ്ങനൊക്കെ മതി, ഇങ്ങനെ ഓതി ഒപ്പിച്ചാൽ മതിയെന്നാ ഞാൻ പറയുന്നത്. ഖുർആനോടുള്ള കടപ്പാട് പോലും അക്ഷരങ്ങൾ മാത്രമായി ചുരുങ്ങുകയാണ്. ജീവിതവും ഖുർആനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന് ഖുർആൻ ഇറക്കിയപ്പോൾ എന്താ പൂർത്തിയായത്? ഖുർആന്റെ അവതരണമാണെങ്കിൽ സഹോദരന്മാരെ, ഖുർആൻ അവതരിപ്പിക്കാൻ ഇതിനാ 23 കൊല്ലം. റമളാൻ 1-ാം രാവിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഏടുകൾ ഒന്നായിട്ട് അള്ളാഹ് കൊടുത്തില്ലേ? ഒറ്റ ദിവസം രാത്രി കൊണ്ട്. ആ 5-ാം ദിവസം ഇഞ്ചീൽ കൊടുത്തിട്ടില്ലേ? 6-ാം ദിവസം തൗറാത്ത് കൊടുത്തിട്ടില്ലേ? ഇങ്ങനെ ഒരൊറ്റ ഗ്രന്ഥമായി കൊടുക്കാൻ ഒറ്റ രാത്രി മതിയല്ലോ. അപ്പോൾ ഇതിനെന്താ ഈ പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഖുർആന്റെ പ്രത്യേകത, ഖുർആൻ ഇറങ്ങിത്തീർന്ന അന്ന് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സൊസൈറ്റി അവിടെ പൂർത്തീകരിക്കപ്പെട്ടു. അതാ പ്രത്യേകത.
അതിനാണ് ശോഷണം സംഭവിച്ചിട്ടുള്ളത്, അല്ലാതെ ഖുർആന്റെ പ്രതികൾക്കല്ല. ഖുർആൻ ഏതൊക്കെ രൂപത്തിലുള്ള പ്രതികൾ ഈ പള്ളിയിൽ തന്നെ ഉണ്ട്, എത്ര വലുപ്പത്തിലുള്ള ഖുർആനുകളുണ്ട്. അപ്പോൾ മാ ബഖിയ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു, വിശ്വാസം ഖുർആൻ അനുസരിച്ചാവൂല, ഇബാദത്ത് ഖുർആൻ അനുസരിച്ചാവൂല, സ്വഭാവം ഖുർആൻ അനുസരിച്ചല്ല, സാമ്പത്തിക ഇടപാട് ഖുർആൻ അനുസരിച്ചല്ല, ഒന്നും ആകെയുള്ള ബന്ധം എന്താ? ഖുർആന്റെ അക്ഷരങ്ങൾ അവിടെ ഉണ്ട്, ഒരു അറ്റ്ലീസ്റ്റ് ഒന്ന് നോക്കി വായിക്കാൻ അറിയാം. അത് തന്നെ തെറ്റി തിരുത്തി നാലാളോ ഒമ്പത് ജീവിതം അനുസരിച്ച് ഓതാൻ പറഞ്ഞാലോ അതിനോട് ധൈര്യം ഉണ്ടാവില്ല. ഇതിനേക്കാൾ വലിയ ഒരു ധാർമ്മിക അധപ്പതനം ഒരു ആദർശ സമൂഹത്തിന് എന്താ വരാനുള്ളത്? അവരവരുടെ വേദഗ്രന്ഥവുമായി യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞാൽ. ഇപ്പം ഞാൻ ഒറ്റ ഹദീസെ സൂചിപ്പിക്കുന്നുള്ളൂ. മതം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു. അത് കേവലം ഒരു പ്രാർത്ഥനയല്ല, അതാണ് മതം. 3 കാര്യങ്ങളാണ്. ആ കാര്യത്തോട് നമ്മുടെ സമീപനം എന്താണ് എന്ന് പരിശോധിച്ചാൽ നമ്മൾ ആദർശ രംഗത്ത് വളരുകയാണോ തളരുകയാണോ, വളർച്ചയാണോ തളർച്ചയാണോ കൃത്യമായി മനസ്സിലാവും. ഇപ്പോൾ വെള്ളിയാഴ്ച അവനവൻ്റെ മഹല്ലിലെ പള്ളിയിൽ കുളിച്ച് തുണിങ്കുപ്പായും മാറ്റി സുഗന്ധദ്രവ്യമൊക്കെ പൂശി പുരുഷന്മാരാണെങ്കിൽ ആദ്യം പള്ളിയിലെത്തിയാളുടെ കൂലി എന്താണെന്ന് അറിയാത്ത ഒരൊറ്റ ഒരു മുസ്ലിം മഹലിലില്ലല്ലോ, ഇല്ല. നമുക്കെല്ലാവർക്കും അറിയാലോ, അറിയാം. എന്താ കൂലി? ഒരൊട്ടകത്തിനറുത്ത് എന്ന് പറയാൻ എളുപ്പമാണ്. ഒരൊട്ടകത്തിന് വില പറഞ്ഞു നോക്കി, അപ്പം അറിയാൻ്റെ വില എന്താണ്? അത് വാങ്ങി അറുത്തിട്ട് ഒരു കഷ്ണം ഇറച്ചി നമ്മൾ എടുക്കാതെ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ട് അള്ളാഹു സ്വീകരിക്കണം, അതും പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ സ്വീകരിച്ചാൽ എന്താണോ പ്രതിഫലം, അതാണ് വെള്ളിയാഴ്ച അവനവൻ ഏത് പള്ളിക്കാണോ ജുമുഅക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ആദ്യ സമയം എത്തിയാലുള്ള പ്രതിഫലം എന്നറിയാത്ത ഒരൊറ്റ മുസ്ലിമില്ലല്ലോ, ഇല്ല. റമളാൻ പോട്ടെ, അതിൻ്റെ മുമ്പ് നമ്മൾ എത്ര മണിക്കാ പള്ളിയിൽ പോകല്? നമുക്കൊരു സമയം ഉണ്ടായിന്. ഇതൊന്നും നമുക്ക് ബാധകമല്ല. പോയിണോന്ന് ചോദിച്ചാൽ പോയിണ്. അതിനെപ്പോഴാണ് പോകേണ്ടതെന്നാണ് ആലോചിക്കുക. സഹോദരന്മാരെ, ഒരു രാത്രി ഒരു മുസ്ലിം വീട്ടിൽ എല്ലാവരും ഉണ്ടാകുന്ന സമയം എപ്പോഴാണ്? രാത്രി 10 മണി ആകുമ്പോഴത്തേന് പുരയിലെത്താത്ത ഒറ്റ കച്ചവടക്കാരനും ഇപ്പം ഇല്ല. അയാതി കച്ചവടമൊന്നും ഇപ്പം എവിടെ ഇല്ലാണ്. ശരി, അപ്പോൾ ഒരു മഹലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നമസ്കരിക്കാനുണ്ടാവേണ്ട സമയത സുബഹി. 99.4% മുസ്ലിം പള്ളികളിലും ഏറ്റവും കുറച്ചാളുണ്ടായാലെപ്പോഴാ? സുബഹി. വളരുകയാണോ തളരുകയാണോ? അപ്പോൾ സുബഹി നമസ്കാരം ജമാഅത്തായി നമസ്കരിച്ചാൽ ഒരു രാത്രി മുഴുവൻ കൂലി നിസ്കരിച്ച കൂലി കിട്ടും എന്നറിയാത്തവരാണോ ഇവർ? അല്ല. എന്നാൽ മെക്സവൻ എന്നൊരു ഏർപ്പാടുണ്ട്. ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ കല്യാണത്തിന് പോണ വഴിയാണ് പോണത്. സുബഹി നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇവരെ മുട്ടുകൈയിൻ്റെ കുത്ത് കിട്ടുമെന്ന് അപ്പം നമ്മൾ നോക്കണത്. ആ ജാതി സ്പീഡിലാണ് പോണത്. എന്താ താല്പര്യം? എന്താ കാര്യം? രോഗമില്ലാതിരിക്കണം, ആരോഗ്യം നിലനിർത്തും. നമ്മളാവശ്യമാണ്. സുബഹിക്ക് പോകലോ അത് വേറെ ആവശ്യമാണ്, ജുമുഅക്ക് പോകലോ അത് വേറെ ആവശ്യമാണ്. നമ്മൾ ആവശ്യമായി തോന്നിയില്ല. വളരുകയാണോ തളരുകയാണോ പരിശോധിക്കേണ്ടതാണ് നമ്മൾ. ഞാനിപ്പം മരിച്ചാൽ ഈ വാച്ച് എൻ്റേതല്ല, എൻ്റെ കീശയിൻ്റെ പുരരത്താനുള്ള പൈസ എൻ്റെ അടുത്തുണ്ട്, അതിൻ്റെതല്ല. ആരതാ? അനന്തര സ്വത്തായി മാറി. ഞാൻ മരിച്ചാൽ എൻ്റേതല്ലാതെയാകുന്ന ആദ്യത്തെ വസ്തു സമ്പത്താണെന്ന് അറിയാത്ത ആരെങ്കിലും നമ്മുടെ സമുദായത്തിലുണ്ടോ? ഇല്ല. എന്നിട്ട് ചെലവാക്കുമ്പോഴോ ഒരു പിടുത്തം. എന്താ കാര്യം? വളരുകയല്ല തളരുകയാണ്. എൻ്റേതാവരുതെന്നാ. ഇത് ആരതായി കൊണ്ടടക്കണത്? അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്രേ ഉള്ളൂ. 3 കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ. ഇത് രാവിലെയും വൈകിട്ടും ചൊല്ലേണ്ട പ്രാർത്ഥനകളിൽ പെട്ട 3 പദങ്ങളാണ്. ഇത് കേവലം ഒരു പ്രാർത്ഥനയല്ല, അതാണ് ആദർശം. റദീതു, ഞാൻ തൃപ്തിപ്പെട്ടു, ഞാൻ സ്വീകരിച്ചു, അംഗീകരിച്ചു, മനസ്സിലാക്കി, ഉൾക്കൊണ്ടു. ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട്, റബ്ബൻ, എൻ്റെ സംരക്ഷകനായി. എൻ്റെ സംരക്ഷകൻ ആരാണ്? റബ്ബാണ്. വേറെ ഒരാൾക്കും അതിൽ യാതൊരു പങ്കുമില്ല. എങ്കിൽ അതെൻ്റെ പ്രവർത്തന പദത്തിൽ കാണേണ്ടത് എങ്ങനെ? 1, നിരന്തരമായി റബ്ബിനോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന സാധനമല്ല. മിക്കവാറും കേരളത്തിലെ 99% പള്ളിയിലും ആമീൻ പറയലുള്ളൂ, പ്രാർത്ഥിക്കലില്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കി. നമസ്കരിച്ച് കഴിയുന്നു, ഉസ്താദ് പ്രാർത്ഥിക്കുന്നു, ആമീൻ പറയും. ഞാൻ അന്നൊരു പള്ളി കയറി നമസ്കരിച്ച് കഴിഞ്ഞ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്തേ അള്ളാഹിനോട് ചോദിച്ചത്? നിങ്ങൾ ദ്വാരുന്നോ? ഞാൻ ദ്വാരുന്നല്ലോ. ഇല്ലല്ലോ, നിങ്ങൾ ആമീൻ പറഞ്ഞല്ലേ? നിങ്ങൾ ദ്വാരുന്നില്ല. അയാൾ പറഞ്ഞാൽ ആമീൻ പറഞ്ഞതാ. നിങ്ങൾ ആവശ്യങ്ങൾ പറഞ്ഞോ? ഇല്ല. എപ്പോഴും പറയണ്ടോ? ഇല്ല. നോക്കി, നിങ്ങൾ 5 നേരം പള്ളിയിൽ പോണ ഒരു മുസ്ലിമിന് ഓനക്ക് ആവശ്യമുള്ള കാര്യം പടച്ചവനോട് ചോദിക്കാനുള്ള അവസരം കേരളത്തിലെ 90% പള്ളിയിലും ഇല്ല. ആരോ പറഞ്ഞ് ആമീൻ പറയാൻ നോക്കി. നിങ്ങൾ എൻ്റെ ആവശ്യം പറയണ്ടേ? റദീതു ബില്ലാഹി റബ്ബൻ,
അള്ളാനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാനോടെല്ലാം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് നോമ്പിനെ പറ്റി പറയുന്ന ആയത്തൊന്ന് പരിശോധിച്ച് നോക്കേണ്ടി. നോമ്പിനെ പറ്റി പറയുന്ന ആയത്തിന്റെ ഇടയിലാണ് അള്ളാഹ് പറഞ്ഞത് വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. പ്രാർത്ഥനന്റെ ആയത്ത് എവിടെ തീരി വെച്ചെന്നറിയോ? നോമ്പിന്റെ ഉള്ളിൽ. ഇപ്പൊ നോമ്പിന്റെ ആത്മാവെന്താ? ദുആ ആണ്. എത്ര മണിക്കൂർ സഹോദരന്മാരെ? ഒരമണിക്കൂർ സമയം ഒരു ദിവസം റമളാനിൽ ഒരിക്കലെങ്കിലും ഒരമണിക്കൂർ സമയം കൈ ഉയർത്തി നെഞ്ച് പടച്ച് കണ്ണ് നിറഞ്ഞ് തൊണ്ടയിടറി 56 വയസ്സായി എനിക്ക്, എൻ്റെ ജീവിതത്തിലെ 15 വയസ്സ് മാറ്റി വെച്ചാൽ 41 കൊല്ലത്തിൻ്റെ കണക്ക് പറഞ്ഞേ പറ്റൂ. ആ 40 കൊല്ലത്തിൻ്റെ ഇടക്ക് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുപോയ, ചെവി കൊണ്ട് കേട്ടുപോയ, നാവ് കൊണ്ട് സംസാരിച്ചു പോയ, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയ, സാമ്പത്തിക രംഗത്ത്, പെരുമാറ്റത്തിൽ, ഇടപാടിൽ, സ്വഭാവത്തിൽ, ആചാര അനുഷ്ഠാനങ്ങൾ സംഭവിച്ചു പോയ പാപങ്ങൾ എടുത്തു പറഞ്ഞ് ഒരു തുള്ളി കണ്ണുനീര് റമളാൻ 17 നമ്മൾ നെഞ്ചിലേക്ക് വീണിട്ടുണ്ടോ എന്ന് ആലോചിക്കുക. 2-3 കാര്യം പറഞ്ഞാൽ തീർന്ന്. മനസ്സിലായോ? ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മളെ വീട്ടിലെ കുട്ടികളും പെണ്ണുങ്ങളും ഒക്കെ മൊബൈൽ ഇവിടെ വെച്ചിട്ട് സംസാരിക്കുക, കൈകൊണ്ട് വെണ്ടക്ക എരിയാൻ, മീൻ മുറിക്കാൻ, തിരിച്ചു വരുമ്പോൾ ഇവിടെ 3/4 മണിക്കൂറായി. ഈ 3/4 മണിക്കൂർ അള്ളാനോട് സംസാരിക്കലുണ്ടോ? അള്ളാനോട് ഇപ്പം എന്താ അത്ര സംസാരിക്കാൻ? നിങ്ങൾ വീട്ടിൽ പോയിട്ടേ 23 ഇടുക, എന്നിട്ട് 23 പൂജ്യം ഇടുക. എത്ര വായിക്കാൻ നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. എന്തിനാ പറഞ്ഞതെന്നറിയോ? അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ കോശത്തിന്റെ എണ്ണം. ആ ഓരോ കോശത്തിലേക്കും നിരന്തരമായി രക്തം പമ്പ് ചെയ്തില്ലെങ്കിൽ ആ ഭാഗം കുഴഞ്ഞു പോകും, സ്ട്രോക്ക് ഉണ്ടാവും. അങ്ങനെ നമ്മളൊക്കെ ഇത്രയും കാലം സംരക്ഷിച്ച റബ്ബിനോട് നമുക്കൊന്നും പറയാനില്ലല്ലേ? ഒന്നും പറയാനില്ല. ഞാൻ ജനിച്ചന്ന് മുതൽ ഇന്ന് വരെ എൻ്റെ ഹൃദയം ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം മിടിപ്പിക്കുന്ന റബ്ബിനോട് എനിക്കൊന്നും പറയാനില്ലേ? അള്ളാഹിനോട് പറയണം. 1. 2, അള്ളാഹിന്റെ കൽപ്പനക്കാണോ സൃഷ്ടികളുടെ കൽപ്പനക്കാണോ പ്രാധാന്യം? അള്ളാഹ് ഒരു കാര്യം പറഞ്ഞു, സൃഷ്ടികൾ ഒരു കാര്യം പറഞ്ഞു. ഏതിനാ പ്രാധാന്യം? റദീതു ബില്ലാഹി റബ്ബൻ എന്ന് പറയുന്ന ഒരാൾക്ക് അള്ളാഹ് പറഞ്ഞതിനോടാ പ്രാധാന്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 3 കൊല്ലം മാസ്ക് ഇട്ട് അള്ളാഹ് പറഞ്ഞതാ? അല്ല. 3 കൊല്ലം കൂട്ടുകൂടി ഇരുന്നില്ല. ആര് പറഞ്ഞതാ? ഗവൺമെന്റ് പറഞ്ഞതാ, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞതാ. അള്ളാഹ് പറഞ്ഞാലോ? ആലോചിക്കട്ടെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഴക്കാലം തുടങ്ങി, നമ്മുടെ വീട്ടിൽ കോർപ്പറേഷൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആളുകൾ വന്നു, നമ്മുടെ കിണറ്റിലെ വെള്ളം പരിശോധിച്ചിട്ട് പറഞ്ഞു, മൗലവി അല്ലെ കാക്കേ താത്തേ, ഈ വെള്ളം കുടിക്കാൻ ഉപയോഗിക്കണ്ട കേട്ടോ, അലക്കാനൊക്കെ എടുത്തോളി, പാത്രം കഴുകാനൊക്കെ എടുത്തോളി, പക്ഷെ കുടിക്കാൻ ഈ വെള്ളം എടുക്കണ്ട. വലിയ ഗുണം, വലിയ മോശമായിട്ട് എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്തിനാ പിന്നെ വെറുതെ, വേറെ വെള്ളം ഉണ്ടല്ലോ, വാട്ടർ അതോറിറ്റിയിലൊക്കെ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് ഭക്ഷണം പാകം ചെയ്തോളൂ, ഈ വെള്ളം കുടിക്കാനൊക്കെ എടുത്തോളൂ, കുടിക്കാൻ എടുക്കണ്ട എന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആൾ ഒറ്റവട്ടം പറഞ്ഞാൽ മതി. പിന്നെ നമ്മളോ, നമ്മളെ മക്കളോ, നമ്മുടെ ബന്ധുക്കളോ ഒരു തുള്ളി വെള്ളം നമ്മൾ കൊടുക്കുവോ? കൊടുക്കൂല. അപ്പൊ ഡിപ്പാർട്ട്മെന്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ കടലാസിന്റെ വില അള്ളാന്റെ കൽപ്പനക്കുണ്ടോ? പരിശോധിച്ച് നോക്കി. നിങ്ങൾ ഇനി അടുത്ത വക്തിന് ഇവിടെ ഇമാമത്തിക്കുമ്പം ഇഖാമത്ത് കൊടുത്തിട്ടേ പുരുഷന്മാരെ തുണിയും പാൻറ്റും ഒക്കെ എവിടെയെന്ന് നോക്കേണ്ടിട്ടോ. ഒരു പ്രശ്നമില്ലല്ലോ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? നെരിയാണ്ടെങ്കിൽ ഇപ്പെടുത്താന്നാൽ എന്ത് പ്രശ്നം? എന്നാൽ അള്ളാഹ് റസൂൽ എന്താ പറഞ്ഞത്? നാളെ പരലോകത്ത് 3 വിഭാഗത്തോട് അള്ളാഹു അവരെ തിരിഞ്ഞു നോക്കൂല, അള്ളാഹു അവരോട് സംസാരിക്കൂല, അള്ളാഹു അവരെ ശുദ്ധീകരിക്കൂല. ഇത് നിസ്സാരമാണോ സഹോദരന്മാരെ? പുഴുക്കളെ പോലെ ലക്ഷക്കണക്കിന് സൂര്യന്മാരുടെ മുമ്പിൽ അതികഠിനമായ ചൂടേറ്റ് വിയർപ്പേറ്റ് ക്ഷീണിച്ച് തളർന്ന് 1000കണക്കിന് 10000കണക്കിന് കൊല്ലം മനുഷ്യരവിടെ കിടക്കുക നിസ്സാര കാര്യമാണോ? അള്ളാഹ് പരിഗണിച്ചില്ല, അവിടെ എങ്ങനെ രക്ഷപ്പെടുക? അള്ളാഹ് 3 വിഭാഗത്തെ പരിഗണിക്കൂല എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വിഭാഗം ആരാന്നറിയോ? ആണുങ്ങൾ ഓൻ്റെ തുണിയാവട്ടെ ഫാൻ്റാവട്ടെ നെരിയാണിക്ക് കീപ്പട്ടാണോ? ഇത് നമ്മൾക്ക് എന്തെങ്കിലും ഗൗരവമുള്ളൊരു സംഗതിയാണോന്ന്? അല്ലല്ലോ. ഗവൺമെന്റ് പറഞ്ഞാലോ റെഡിയാണ്. എന്താ ഇപ്പം അടുത്തടുത്ത് ക്യാമറ വെച്ചല്ലോ എല്ലാ സ്ഥലത്തും. പിന്നെ നമ്മൾ എവിടൊക്കെ ക്യാമറ എന്ന് പഠിച്ചില്ലേ? എവിടൊക്കെ ക്യാമറ എന്ന് പഠിച്ചില്ലേ? ആ പോണതിന് മുമ്പ് എടുത്തിട്ടില്ലേ? 500 റുപ്യാണ്. 500 റുപ്യൻ്റെ വില അള്ളാന്റെ കൽപ്പനക്കില്ലേ? ഇവരാണോ റദീതു ബില്ലാഹി റബ്ബൻ എന്ന് പറയുന്നത്? പരിശോധിച്ച് നോക്കികൾ. അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ എത്ര നിർബാധം നടക്കും നമ്മുടെ ജീവിതത്തിൽ. കല്യാണം ഉണ്ടായി, ഒരു കല്യാണത്തിൽ ഹലാലും കൂലി കിട്ടുന്നതുമായ ഒറ്റ ചടങ്ങേ ഉള്ളൂ നിക്കാഹ്. പിന്നെ മുഴുവൻ തോന്നിയാസ. മൈലാഞ്ചി കല്യാണം ആര് പഠിപ്പിച്ചതാണ്? മഞ്ഞൾ കല്യാണം ആര് പഠിപ്പിച്ചതാ? ഡ്രസ് കോഡ് ആര് പഠിപ്പിച്ചതാ? പടക്കം പൊട്ടിക്കൽ. നിങ്ങൾക്കറിയോ കണ്ണൂർ ജില്ലയിൽ, ഞാൻ 30 കൊല്ലമായി കണ്ണൂർ ജില്ലയിൽ ജോലി ചെയ്യുന്ന ആളാ.
ഒരു വീട്ടിൽ ഒരു പെൺകുട്ടിക്ക് അള്ളാഹു ഒരു ഭർത്താവിനെ കൊടുത്തു. പടച്ചോൻ ചെയ്ത തെറ്റെന്താ അറിയോ? ആ പെൺകുട്ടിക്ക് നല്ലൊരു പുയ്യാപ്പളിനെ കൊടുത്തതാ. ആ പുയ്യാപ്പള ഭാര്യ വീട്ടിലേക്ക് വന്നപ്പോൾ സന്തോഷം കൂടി ആ കണ്ണൂർ ജില്ലക്കാർക്കുള്ള സ്വഭാവം പടക്കം പൊട്ടിക്കല. ഒരു പടക്കാണ്ട് പൊട്ടി. എന്തുണ്ടായി? തൊട്ടടുത്ത വീട്ടിൽ 25 ദിവസം പ്രായമായ ഒരു കുട്ടി ഇന്നും കണ്ണും പൂട്ടിടില്ല, തൊള്ളയും പൂട്ടില്ല. കരഞ്ഞുപോയി സഹോദരന്മാരെ. എനിക്കും ഇങ്ങക്കുണ്ട് മക്കള്. 25 ദിവസം പ്രായമായ ഒരു കുട്ടി കണ്ണും പൂട്ടണില്ല, തൊള്ളയും പൂട്ടണില്ല. ഒരു വീട്ടിലെ ഇസ്ലാമിക കല്യാണമാണ് അത്രേ. ആ കല്യാണത്തിനും പ്രാർത്ഥിച്ചിട്ടില്ലേ? ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ, അല്ലേ? വേറെ ആരെങ്കിലും ആണെങ്കിലോ അൽ ഫാത്തിഹ, രണ്ടാലൊരു പ്രാർത്ഥന എന്തായാലും ഉണ്ടാവുമല്ലോ. എന്താണ് ആ കല്യാണത്തിന് ഇസ്ലാമുമായിട്ട് ബന്ധം? കണ്ണൂർ ജില്ലയിൽ വാരം എന്ന സ്ഥലത്ത് ഒരു കല്യാണം നടന്നു. പുയ്യാപ്പള വന്നത് ഒട്ടകപ്പുറത്താ. റോഡ് ബ്ലോക്കായി. ഒരു അമുസ്ലിം കേസ് കൊടുത്തു. അയാൾ ഹൈക്കോടതിയിൽ കേസുമായി കെട്ടിയിറങ്ങുന്നു. മുസ്ലിമിന്റെ കല്യാണമാണത്രേ. എന്ത് ബന്ധമുള്ളത്? നമ്മൾ ആലോചിക്കട്ടെ. ഖുർആനും മുസ്ലിങ്ങളുടെ ജീവിതം തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. പിന്നെ ഖുർആൻ എന്താ ബാക്കി ഉണ്ടാവുക? അത് ലിപികൾ മാത്രം. റദീതു ബില്ലാഹി റബ്ബൻ, അള്ളാന്റെ കൽപ്പനക്ക് 1-ാം സ്ഥാനം. അള്ള വിരോധിച്ചോ പിന്നെ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിനെന്ത് വേണമെന്നറിയോ? അള്ളാന്റെ മുമ്പിൽ ജീവിക്കണം. ജീവിക്കുന്നത് ജനങ്ങളുടെ മുമ്പിലാ. നമ്മൾ 24 മണിക്കൂറും ജീവിക്കുന്നത് സഹോദരന്മാരെ മനുഷ്യരുടെ മുമ്പിലാ. ഒരു ഉദാഹരണം പറയും, നാടൻ ഉദാഹരണം. ഓമശ്ശേരി ശാന്തി ലോകത്തുള്ള മുഴുവൻ സ്ത്രീകളും പ്രസവിക്കാൻ അവിടെ വരിക. നമ്മളെ കുടുംബത്തിൽ ഏതെങ്കിലും വള്ളിയിലോ മടങ്ങിലോ പെട്ടോ ഒന്നൊക്കെ ഒരാഴ്ച പ്രസവിക്കാണ്ടിരിക്കൂലല്ലോ. ഇതൊന്നും നിങ്ങൾ വീട്ടിൽ പോയി പറഞ്ഞു നോക്കിയാണ്. പോയി കാണണം. അൽ ബക്കറെ പറഞ്ഞ മാതിരിയാണ്. പ്രസവിച്ചാ പോയി കാണാം. അല്ലെ ഇസ്ലാമെന്ന് പുറത്തു പോകണേ ആദ്യം നമ്മളെ പെണ്ണുങ്ങളെ വർത്താനം. ശരി, അങ്ങനെ നിർബന്ധിച്ചാൽ പോവാണ്. പോകുമ്പോൾ എന്തെങ്കിലും ഒന്ന് വാങ്ങാതെ പോയാൽ ഓലെന്താ വിചാരിക്കുകയാണ്. അപ്പം ആരംഭരാ ജീവിക്കണത്? ആയിക്കോട്ടെ, ഞാൻ കച്ചറ വേണ്ട, 1 കിലോ നേന്ത്രപ്പഴം 80 ഉറുപ്പ്യാണ്. 80 ഉറുപ്പ്യ. അത് വാങ്ങി 1 കിലോനോ ഇതും കൊണ്ട് മനുഷ്യരുടെ അടുത്ത് പോകാൻ പറ്റുമോ? അതെന്താ? ഓലെന്താ വിചാരിക്കുക? ഉണ്ടാവും 3 210 324 240 ഉറുപ്പ്യ. അത് വാങ്ങുമ്പോ ഒരു സാധനം മാത്രം 10 കോഴിമുടിയും 500 500 ഇതും കൊണ്ട് ശാന്തി പോയപ്പോൾ എന്താ സ്ഥിതിതരങ്ങൾ? നമ്മൾ കാണാൻ പോയ പെണ്ണിന്റെ കട്ടിലിന്റെ അടിയിൽ ഒരു കച്ചവടം തുടങ്ങാൻ മാത്രം നേന്ത്രായക്ക. എന്താ കാര്യം? ജനങ്ങളെ മുമ്പിലാ ജീവിക്കുന്നത്, പടച്ചോന്റെ മുമ്പിലല്ല. ഇതൊക്കെ കൂലി കിട്ടും നിങ്ങൾ വിചാരിച്ചത്? രോഗികളെ കാണാൻ, രോഗികൾ ജയിച്ചാ ചില വീട്ടിൽ രോഗിയായാലുണ്ടാവും ബസ്സൊക്കെ വിളിച്ച് എളാമനി മൂത്താമനി എല്ലോ. എന്തിന്? ഞാനാ കല്യാണം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ആ കഴിഞ്ഞ പുയ്യാപ്പന്റെ ബാപ്പയാണ്. അപ്പം എന്താ അറിയോ, ജനങ്ങൾ ചോദിക്കും എന്തേ മൂത്താപ്പ വരാഞ്ഞ്? അമ്മ ആർക്ക് വേണ്ടിയാ പോണത്? അള്ളാഹ്ക്ക് വേണ്ടിയാണോ ജനങ്ങൾക്ക് വേണ്ടിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സദസ്സിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു. ഒരു ഹദീസിന്റെ ഗ്രന്ഥത്തിൽ പറയുന്ന പേര് ഹദീസു ജിബ്രീൽ എന്നാ. ഹദീസു ജിബ്രീൽ എന്നൊരു ഹദീസ് എല്ലാ ഹദീസിന്റെ ഗ്രന്ഥത്തിലുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തത് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം പറയാ, കുന്നാ ജുലൂസൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ പ്രവാചകന്റെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഒരു വെളുത്ത വസ്ത്രം ധരിച്ച, കറുത്ത മുടിയുള്ള, തിങ്ങിയ താടിയുള്ള, പള്ളിക്കുളത്ത് നിന്ന് കുളിച്ചിട്ട് കയറി വരുന്ന സൗരഭ്യം. ലാ യുറാ അലൈഹി അസറു സഫർ, യാത്രയുടെ യാതൊരു അടയാളവും അയാളിൽ കാണാനില്ല. യാത്രൻ്റെ യാതൊരു അടയാളവും ഇല്ല എന്ന് പറഞ്ഞാൽ പള്ളിൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്നവനാണെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷെ ആർക്കും പരിചയമില്ല. പള്ളിൻ്റെ അടുത്ത് താമസിക്കുന്നവർ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ആർക്കോട്ട് പരിചയമില്ല എന്നാൽ യാത്രയുടെ യാതൊരു അടയാളവുമില്ല. അതെല്ലാവരും കൗതുകമുണ്ടാക്കി. അദ്ദേഹം പള്ളിയിൽ കയറി പ്രവാചകന്റെ നേരെ ചെന്ന് പ്രവാചകന്റെ മുട്ടുംകാലിനോട് തൻ്റെ മുട്ടുംകാലവിടെ ചേർത്തി ഇരുന്നിട്ട് ചോദിച്ചു, അഖ്ബിർനി അനിൽ ഇസ്ലാം, പ്രവാചകരെ എനിക്ക് ഇസ്ലാം കാര്യം പറഞ്ഞു തരി. അപ്പം അള്ളാഹുവിൻ്റെ റസൂൽ ഇസ്ലാം കാര്യം 5 കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പം ഇയാൾ പറയാ, സദഖത്ത, താങ്കൾ സത്യം പറഞ്ഞു. അയാൾ പഠിപ്പിക്കാൻ വന്നതാണോ പഠിക്കാൻ വന്നതാണോ? സദഖത്ത എന്ന് പറയുന്നത് ഇയാൾ ആദ്യം പഠിച്ചിട്ടാണ്. അപ്പം എല്ലാവർക്കും കൗതുകമായി. രണ്ടാമത് ചോദിച്ചു ഈമാൻ കാര്യമാണ്. ഈമാൻ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സദഖത്ത, താങ്കൾ സത്യം പറഞ്ഞു. 3ാമത്തെ ചോദ്യമാണ് മർമ്മം. വമൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? ഈമാൻ കാര്യം വിശ്വസിക്കുന്നത് കൊണ്ടും ഇസ്ലാം കാര്യം അനുഷ്ഠിക്കുന്നത് കൊണ്ടും ഒരു മനുഷ്യൻ എത്തേണ്ട വിധാനമാണ് ഇഹ്സാൻ. അതില്ല പിന്നെ രണ്ടിന് യാതൊരു ജീവനുമില്ല. എന്താ റസൂൽ പറഞ്ഞത്? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ അങ്ങോട്ട് കാണുന്നത് പോലെ ജീവിക്കലാണ്. ഞാൻ അള്ളാഹിനെ അങ്ങോട്ട് ഞാൻ മുതലാളിനെ അങ്ങോട്ട് കാണുന്ന തൊഴിലാളി എങ്ങനെയാ? ആലോചിക്ക്. ഒരു സ്ഥാപനത്തിൽ മുതലാളി ഉണ്ടെങ്കിൽ തൊഴിലാളി എങ്ങനെയാ? ഒരു ക്ലാസ്സിൽ അധ്യാപകൻ ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ എങ്ങനെയാണ്? എത്ര അച്ചടക്കം ഉണ്ടാവും. നമ്മളൊക്കെ പോലെ ഉണ്ടെങ്കിൽ നമ്മളെ വീടിൻ്റെ അവസ്ഥ എന്താ? നമ്മളില്ലെങ്കിൽ അവസ്ഥ എന്താണ്?
അപ്പൊ അള്ളാഹുവിനെ നീ അങ്ങോട്ട് കാണുന്നു, അള്ളാഹിന്റെ മുമ്പിൽ ജീവിക്കണം എന്നാ. ഇനി അവനെ നീ അങ്ങോട്ട് കാണുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്ക, അതൊരു സത്യമാണല്ലോ, അള്ളാഹു നിന്നെ കാണുന്നു. ഈ ബോധമാണ് നിന്നെ നിയന്ത്രിക്കേണ്ടത് എല്ലാ വിഷയത്തിലും. അവൻ്റെ എല്ലാത്തിനെയും നിയന്ത്രിക്കേണ്ടത് ഈ ബോധമാണ്. ഞാൻ ഒറ്റ ചരിത്രം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളിൽ 2.5 ലക്ഷം സഹാബികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിൻ്റെ മുഖത്ത് നോക്കി ഇന്നി ഉഹിബ്ബുക, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞത് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് മാത്രമാണ്. യാ മുആദ് ഇന്നി ഉഹിബ്ബുക 3 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞു. ഏക സഹാബിയാണത്, അത്ര പ്രവാചകന് ഇഷ്ടപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്, കർമ്മശാസ്ത്ര ക്ലാസ് വളരെ പ്രഗത്ഭമായിരുന്നു. പ്രവാചകൻ തന്നെ പറഞ്ഞു, കർമ്മശാസ്ത്രത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടോ ഇവനോട് ചോദിച്ചാൽ മതി. അദ്ദേഹത്തിൻ്റെ ക്ലാസ് കേൾക്കാൻ ധാരാളം ആളുകൾ തടിച്ചുകൂടും. അങ്ങനെ ഡമാസ്കസിൽ, സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഉണ്ടെന്ന് കേട്ടപ്പോൾ ഒരുപാട് ആൾ തടിച്ചുകൂടി ക്ലാസ് കേട്ടു, സംശയം തീർത്തു, ചോദ്യം ചോദിച്ചു, പിരിഞ്ഞു. ഒരാൾ പോവാതെ അവിടെ ഇരിക്കുന്നുണ്ട്. എന്താണ്? എല്ലാവരും പോയപ്പോൾ ഇയാൾ ഓടി വന്ന് പറഞ്ഞു, യാ മുആദ് ഇന്നി ഉഹിബ്ബുക, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സ്നേഹിച്ച ആളാണ് നിങ്ങൾ. അന്ന് മുതൽ തുടങ്ങി ഞങ്ങൾക്ക് നിങ്ങളോട് സ്നേഹം. കാണാൻ തരെ പറ്റിയില്ല, നിങ്ങൾ വരുന്നുണ്ട് കേട്ടപ്പോൾ ഞാൻ വളരെ ദൂരത്ത് നിന്ന് വന്നതാണ്, ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ അരുമ ശിഷ്യൻ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഈ മനുഷ്യനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, അലില്ലാഹി, അള്ളാഹുവിന് വേണ്ടിയാണോ ഈ സ്നേഹം? അദ്ദേഹം പറഞ്ഞു അതെ. 3 പ്രാവശ്യം ആവർത്തിച്ചു, അള്ളാഹ്ക്ക് വേണ്ടിയാണോ ഈ സ്നേഹം? 3 പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു അതെ, അള്ളാഹ്ക്ക് വേണ്ടിയാണ്. എങ്കിൽ അബ്ശിർ, താങ്കൾ സന്തോഷിക്കണം. ഇത് ഇന്നി സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂൽ, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മൻ അഹബ്ബ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക, വ അബ്ഗദ ലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി കോപിക്കുക, ദേഷ്യം പിടിക്കുക, വ അഅ്താലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കുക, വ മനഅലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി കൊടുക്കാതിരിക്കുക, വ അൻകഹലില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടി വിവാഹം കഴിക്കുക, ഫഖദ് ഇസ്തക്മല ഈമാനഹു, അവൻ്റെ ഈമാൻ പൂർത്തിയായി. അപ്പോൾ വൈകാരികമായ തലങ്ങൾ പോലും അള്ളാഹ്ക്ക് വേണ്ടിയാവണം. സ്നേഹം, വെറുപ്പ് എന്നൊക്കെ വികാരമാണ്. ആ വികാരത്തെ പോലും ചിട്ടപ്പെടുത്താൻ മാത്രം ഒരു അള്ളാഹിനെ പറ്റിയുള്ള ബോധം, അതാണ് ഇഹ്സാൻ. അത് നമ്മുടെ മനസ്സിൽ വേണം. അതാണ് റദീതു ബില്ലാഹി റബ്ബൻ എന്നതുകൊണ്ട് മറ്റൊരർത്ഥമാക്കുന്നത്. അള്ളാഹ് വിരോധിച്ച കാര്യങ്ങൾ എത്ര നിർബാധമാണ് സഹോദരന്മാരെ. സാമ്പത്തിക രംഗത്ത് വളർച്ച ഉണ്ടായപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഹറാമുകളല്ലേ. പെട്രോൾ ഓർഡർ കേരളത്തിന് മുമ്പിൽ തുറക്കുന്നതിന് മുമ്പ് നമ്മുടെ കല്യാണം എങ്ങനെയായിരുന്നു? ഇപ്പം നമ്മളെ കല്യാണം എങ്ങനെയാണ്? അന്ന് നമ്മൾ വസ്ത്രം എന്തായിരുന്നു? ഇപ്പം നമ്മളെ വസ്ത്രം എങ്ങനെയാണ്? അന്ന് നമ്മളെ വീട് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഉള്ള വീട് എങ്ങനെയാണ്? അന്നത്തെ ഭക്ഷണം എങ്ങനെയാണ്? ഇന്നത്തെ ഭക്ഷണം എങ്ങനെയാണ്? പരിശോധിക്കുക. ഹറാമുകളെ കുത്തൊഴുക്കല്ലേ വന്നത് സാമ്പത്തികമായി വളർന്നപ്പം. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് കള്ള് ഹറാമാക്കി. നമുക്ക് എല്ലാവർക്കും ഒരേ ചരിത്രം. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആണ് വലിയ അബ്കാരി കോൺട്രാക്ടർ. അദ്ദേഹത്തിൻ്റെ കള്ള് ഷാപ്പ് മദീന പള്ളിയുടെ തൊട്ടടുത്ത. നിസ്കരിക്കും ചെയ്യുക, കള്ളുടിക്കും ചെയ്യുക. ഹറാമാക്കണ മുമ്പുള്ള കഥയെ പറഞ്ഞത്. കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയല്ലേ കള്ള് ഹറാമാക്കിയത്. എന്തായിരുന്നു പ്രതികരണം? ഞാൻ ഈ സദസ്സിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഫന്തഹൈനാ യാ റസൂലല്ലാഹ്, എന്താ അള്ളാഹു ആയത്തിന്റെ അവസാനം ചോദിച്ചത്? ഫഹൽ അൻതും മുന്തഹൂൻ, നിങ്ങൾ കള്ളിൽ നിന്ന് വിരമിക്കുന്നില്ലേ? ഫന്തഹൈന എന്ന് പറയുമ്പോൾ അബൂ തൽഹ റളിയല്ലാഹുവിന്റെ കള്ള് ഷാപ്പിൽ ലക്ഷക്കണക്കിന് രൂപയുടെ കള്ള് സ്റ്റോക്ക് ഉണ്ടായിരുന്നു. വിറ്റ് കിട്ടിയ പൈസ ഉണ്ടായിരുന്നു. എല്ലാം അടിച്ച് പൊളിച്ചാണ്ട് കത്തിച്ച് കളഞ്ഞതാ. കള്ള് ഷാപ്പ് നിമിഷ നേരം കൊണ്ട് കത്തിച്ചാമ്പലായി. കള്ള് ഷാപ്പ് മാത്രമല്ല, കള്ള് വിറ്റ് കിട്ടിയ പണവും ചാമ്പലായി. കള്ള് ഷാപ്പ് കത്തി അമർന്നപ്പോഴാണ് കള്ളിൻ്റെ പാത്രം കാണുന്നത്. കള്ള് ഷാപ്പിൻ്റെ ബാക്കിലേന്ന് അടിച്ച് പൊളിച്ച്. എന്തിനാ അപ്പം ഞങ്ങളോട് ചരിത്രം പറയണ്? കള്ളിൻ്റെ പുഴയൊഴുകി. എന്തുമാത്രം മാറ്റം ഉണ്ടായിന്ന് പറയാം. അള്ളാഹു വിരോധിച്ചപ്പോൾ ഒരാഴ്ച കഴിഞ്ഞു. കള്ള് നിരോധിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മദീന പള്ളിയിൽ അസ്റാൻ കൊടുത്ത്. അപ്പോൾ എല്ലാവരും പള്ളിക്ക് വരുന്ന കൂട്ടത്തിൽ ഒരു സ്വഹാബി ഒരു പെൺ ഒട്ടകത്തിൻ്റെ മൂക്കേറും പിടിച്ചിങ്ങനെ വരിക. പുറത്ത് കയറിയില്ല, അങ്ങനെ കൊണ്ടുവരിക. എന്നിട്ട് അതിനെ പള്ളീൻ്റെ അവിടെ കെട്ടി കയറി അസറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞ് പ്രവാചകനെ വിളിച്ചിട്ട് വരി, ഈ ഒട്ടകത്തിൻ്റെ പാൽ കുടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഒട്ടകത്തിൻ്റെ പാൽ എന്താ കുടിക്കുന്നതിന്? അത് നിങ്ങൾ വിചാരിച്ച ഒട്ടകമല്ല. അതിന് ഒട്ടകത്തിന് എന്താ പ്രത്യേകത? അതോ ഒരാഴ്ച മുമ്പ് നമ്മൾ അബൂ തൽഹ റളിയല്ലാഹുവിൻ്റെ കള്ള് ഷാപ്പ് അടിച്ച് പൊളിച്ചപ്പോൾ അവിടെ കള്ള് ശേഖരിച്ച പാത്രമൊക്കെ അടിച്ച് പൊളിച്ചല്ലോ. അപ്പോൾ ആ കള്ളിങ്ങനെ മരുഭൂമിയല്ലേ, മരുഭൂമി വെള്ളം കുടിക്കൂലല്ലോ. അത് ഓരോ കുഴിയിൽ ഇങ്ങനെ തളം കെട്ടി നിന്ന് ഇങ്ങനെ ആവിയായിട്ട് അങ്ങനെയാണ് പോയതാണ്. അങ്ങനെ മുന്തിരിക്കള്ള് തളം കെട്ടിക്കിടന്ന ഒരു കുഴിയിൽ നിന്ന് ഒരു കൈതച്ചെടി മുളച്ചു വന്നു. കൈതച്ചെടി എന്ന് പറഞ്ഞാൽ ഒട്ടകം ഭക്ഷിക്കുന്ന ഒരു തരം മുള്ളുള്ള കൈതച്ചെടി, മരുഭൂമിയിലുണ്ടാവുള്ളൂ.
അപ്പൊ കള്ള് വറ്റിപ്പോയ കുഴിയിൽ നിന്ന് ഒരു കൈതച്ചെടി മുളച്ചു വരുമ്പോൾ പ്രവാചകരെ ആ കൈതച്ചെടിയിൽ കള്ളിന്റെ അംശം ഉണ്ടാവൂലേ? റസൂലൊന്നും മിണ്ടിയില്ല. അങ്ങനെ ആ കൈതച്ചെടി ഈ ഒട്ടകം ഭക്ഷിക്കുമ്പോൾ ആ കൈതച്ചെടിയിലുള്ള കള്ളിന്റെ അംശം അതിന്റെ പാലിലുണ്ടാവൂലേ? അപ്പൊ ഇതിന്റെ പാൽ കുടിക്കാൻ പറ്റുമോ? ഈ മാറ്റം എന്താ ഉണ്ടായത്? റദീതു ബില്ലാഹി റബ്ബൻ. അള്ള വിരോധിച്ചോ? വേണ്ട. നമ്മളോ കള്ളിനെ ബീറാക്കി പലിശനെ ബോണസാക്കി എങ്ങനെ ഹലാലാക്കാം എന്നെടുത്താണ് ഇപ്പോൾ ആലോചിച്ചു കൊടുക്കുന്നത്. നമ്മളും പറയും റദീതു ബില്ലാഹി റബ്ബൻ. കരിമ്പൊള്ളാണ് റദീതു ബില്ലാഹി റബ്ബൻ. അള്ളാഹു ഒന്നാം സ്ഥാനത്ത്. സഅദ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി. ഉമ്മ തൻ്റെ മകനെ ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ സ്വീകരിച്ച നൂതനമായൊരു സമരമുറയുണ്ട്. അതാണ് നിരാഹാരം കിടക്കുക എന്നാണ്. ഇത് ഗാന്ധിജി തുടങ്ങിയൊന്നുമല്ല. സഅദ് റളിയല്ലാഹുവിൻ്റെ അമ്മയാണ് ആദ്യമായിട്ട് നിരാഹാരം കിടന്നത്. എന്തിന്? മകൻ ഇസ്ലാമിൽ നിന്ന് ഇങ്ങോട്ട് പോരണം. എങ്ങനത്തെ സമ്മർദ്ദം ഉണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കി. എൻ്റെ വീട്ടിൻ്റെ മുമ്പിൽ എൻ്റെ അമ്മ ഒരു പന്തലും കെട്ടി നിരാഹാരം കിടന്നാൽ നാട്ടുകാർ എനിക്കെതിരാവൂലേ? എടാ എനിക്ക് മുജാഹിദോ വലുത്, ഉമ്മയോ വലുത്, ഉമ്മനെ കൊന്നിട്ടാ മുജാഹിദാവേണ്ടത് എന്ന് പറയില്ലേ? സ്വാഭാവിക. അതിന് തന്നെയാണ് അമ്മ വെച്ച് പണിയെടുത്തത്. അതിശക്തമായ സമ്മർദ്ദമുണ്ടായി. സഅദ് പലപ്പോഴും ഉമ്മയെ അനുനയിപ്പിക്കാൻ നോക്കി. ഉമ്മ വഴങ്ങില്ല. നീ ഇസ്ലാമെന്ന് പോരാതെ ഒരു തുള്ളി വെള്ളം കുടിക്കൂല, ഒരു ഭക്ഷണം കഴിക്കൂല, ഞാൻ വെയിലത്തുനിന്ന് മാറിയിട്ട് പൂരൻ്റെ ഉള്ളിൽ കുത്തിരിക്കൂല. എന്തപ്പോ കാട്ടുക? അവസാനം സഅദ് പറഞ്ഞു, ഉമ്മ നിങ്ങൾക്ക് അള്ളാഹു 1000 ജന്മം തന്നു. ആ 1000 ജന്മവും നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനാണ്ട് പട്ടിണി അന്ന് മരിച്ചാലും ശരി ഇസ്ലാമെന്ന് സഅദ് പുറത്തേക്ക് വരൂല എന്ന്. അപ്പോഴാണ് ആയത്തിറങ്ങിയത്, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബി ഇൽമുൻ ഫലാ തുതിഉഹുമാ. ശിർക്ക് ചെയ്യുന്ന കാര്യം ആര് പറഞ്ഞാലും ശരി അവരോട് കാണിക്കേണ്ടതില്ല, അനുസരണം കാണിക്കേണ്ടതില്ല. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ. മറ്റ് ഭൗതിക കാര്യത്തിലൊക്കെ മാതാപിതാക്കൾക്ക് കൊടുക്കേണ്ട എല്ലാ സ്ഥാനവും കൊടുക്കണം. ശിർക്ക് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കേണ്ടതില്ല. നോക്കി നിങ്ങൾ, മാതാപിതാക്കളുള്ളതിനേക്കാൾ സ്നേഹം അല്ലാഹുവിനോട്. അതാണ് റദീതു ബില്ലാഹി റബ്ബൻ. 2 വബി മുഹമ്മദിൻ റസൂലൻ. സഹോദരങ്ങളിൽ നമ്മുടെ റോൾ മോഡൽ ആരാണെന്ന്. എൻ്റെ വീട്ടിലെ എൻ്റെ മക്കളെ റോൾ മോഡൽ ഞാനാണോ? അല്ലല്ലോ. നമ്മളെ റോൾ മോഡൽ പ്രവാചകനാണോ? അല്ലല്ലോ. നമുക്ക് വേറെന്തൊക്കെ അല്ലേ? എല്ലാ മേഖലയിലും, ഡ്രസ്സിൽ, എല്ലാ കാര്യത്തിലും പ്രവാചകൻ എവിടെ, നമ്മളെവിടെ? ഏതോ മൂവാറ്റുപുഴ തൊടുപുഴയുള്ള ഏതോ ഒരു അധ്യാപകൻ ചോദ്യപേപ്പറിൽ പ്രവാചകന്റെ അപകീർത്തിപ്പെടുന്ന ഒരു പരാമർശം നടത്തിയപ്പോൾ കൈവെട്ടിയല്ല ഞാനും നിങ്ങളും. എന്നാൽ ആ പ്രവാചകന്റെ ഓരോ സുന്നത്തിനെയും പച്ചയായി ഉപേക്ഷിക്കുന്ന ആളുകളാണ് നമ്മളെന്നത് നമുക്ക് യാതൊരു മനസാക്ഷി കുത്തും ഉണ്ടാക്കണില്ലല്ലോ. ആലോചിച്ച് നോക്കി നിങ്ങൾ. ഞാനൊരു ചരിത്രം പറയാം. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു 20ഓളം സാമ്രാജ്യം ഇസ്ലാമിക സാമ്രാജ്യത്തോട് ചേർത്ത് വെച്ച ആളാണ്. അന്നത്തെ ലോകത്തെ സെലിബ്രിറ്റിയാണെന്ന് അർത്ഥം. എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു ഭരണാധികാരിയാണ്. വളരെ ലളിതമായ ഡ്രസ്സ്, ഒരു കഴുതപ്പുറത്ത്, ഒരു അംഗരക്ഷകനില്ലാതെ, പാറാവുകാരനില്ലാതെ, യാതൊരുവിധ ജാടയില്ലാതെ അങ്ങനെ നടക്കുന്ന ഒരു മനുഷ്യൻ. അത്ഭുതമായിരുന്നു. അപ്പോൾ ഈ രാജാക്കന്മാർക്ക് പല സദസ്സിലും പങ്കെടുക്കേണ്ടി, ഉച്ചകോടി എന്നാ പറയാം. അതിലിപ്പോൾ മുസ്ലിങ്ങൾ മാത്രമല്ല ഉണ്ടാകുക, പല ജാതി മനുഷ്യന്മാരും ഉണ്ടാവും. അങ്ങനെ ഏതോ വലിയ രാജാക്കന്മാരൊക്കെ പങ്കെടുത്തൊരു ഉച്ചകോടിയിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പങ്കെടുക്കേണ്ടി വന്നു. എല്ലാവരും ശ്രദ്ധിക്കുന്ന ഇയാളെയാണ്. അന്ന് അത്ര അറിയപ്പെടുന്ന ആളാണ്. അങ്ങനെ ഉച്ചകോടി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കണമല്ലോ. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഈ കഴിച്ച പാത്രം നല്ലോണം വടിച്ച് വൃത്തിയാക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. നമ്മൾ ഇന്ന് രാവിലെ ഭക്ഷണം കഴിച്ച പാത്രം നോക്കേണ്ടി നിങ്ങൾ. നമ്മളെ വീട്ടിലെ ഈ വാഷ് ബേസിൻ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടി നിങ്ങൾ. അതിൽ ചിതറിക്കിടക്കുന്ന ഭക്ഷണം ഉണ്ടെങ്കിൽ ഒത്തിരാൾക്ക് ഭക്ഷണം കഴിക്കാമെന്നറിയോ? മുസ്ലിമിൻ്റെ വീട്ടിലാണിത്. അപ്പോൾ ഈ വടി ഇങ്ങനെ കണ്ട് അടുത്തിരിക്കുന്ന ഒരാൾ, അയാൾ മുസ്ലിം അല്ല. അപ്പം അയാളിത് ആദ്യമായിട്ട് കാണുക, അങ്ങനെ പാത്രം ഇങ്ങനെ വടിക്കണേ. ആ വടിയാണെങ്കിലോ ഒരു വല്ലാത്ത വടി, ഒരു ഇങ്ങനെ വടിച്ചെടുക്കുക. അപ്പം ഇയാൾക്ക് തോന്നിയത് ഇതിന് ചോറ് മതിയായില്ല എന്നാണ്. അപ്പം ഇയാൾ പറഞ്ഞു, ലേശം ചോറ് ഇട്ട് കൊടുത്താളെ ആ പാത്രം പോട്ടാവും, അയാദ്യ വടിയാ വടിക്കണത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭക്ഷണം വേണ്ട മതി, പിന്നെന്താ ഇങ്ങനെ വടിക്കണേ നിങ്ങൾ? അയാൾക്കറിയില്ല, മുസ്ലിം അല്ല, അയാൾ കുറ്റമാരുടെ അറിയില്ലല്ലോ. അയാളോടൊന്നും കയർത്ത് സംസാരിച്ചില്ല. എല്ലാം കഴിഞ്ഞ് കൈയൊക്കെ കഴുകി ഇയാളെ വിളിച്ചു, പേരൊക്കെ ചോദിച്ച് പരിചയപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിമാണ്, ഞാൻ പിൻപറ്റുന്നത് അള്ളാൻ്റെ റസൂലിനെയാണ്. ആ റസൂൽ എന്നെ പഠിപ്പിച്ചതാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം നന്നായി തുടച്ച് വൃത്തിയാക്കണം, വിരലുകൾ നന്നായി നക്കി തുടക്കണം. എനിക്ക് നക്കാൻ കഴിയൂലെങ്കിൽ എൻ്റെ ഭാര്യനെ കൊണ്ടോ മക്കളെ കൊണ്ടോ നക്കിപ്പിക്കണം. ഒന്ന് നോൽമ്പറക്കുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ചെന്ന് നോക്കേണ്ടി ഓളെടുത്ത് നോക്കിയാൽ എൻ്റെ നാവിന് എന്തോ ഒരു വേദന, അതൊന്ന് നക്കിയാൽ ഓള് പറയും ഞാൻ എൻ്റെ നാക്കല്ല. എന്നിട്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട്, ആ അത്റുക്കു സുന്നത്ത ഹബീബി ലി ഹൗലാഇൽ ഹംഖാ.
ഉമറുൽ ഫാറൂഖിന്റെ മരിക്കാത്ത വാക്കുകളാണ്. ഹാസിബു ഖബ്ല അൻ തുഹാസബു എന്ന് പഠിപ്പിച്ച അതേ നാവ് കൊണ്ട് ലോകാവസാനം വരെ വരുന്ന വിശ്വാസികൾക്ക് പ്രവാചകന്റെ ഒരു ചര്യയോട് കാണിക്കേണ്ട ആത്മബന്ധത്തെപ്പറ്റി ദിശാബോധം നൽകുന്ന അതിശക്തമായ ഒരു വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അത്റുക്കു സുന്നത്ത ഹബീബി ലിഹഉലാഇൽ ഹംഖാ. കുറേ വിഡ്ഢികൾ ഇവിടെ തടിച്ചുകൂടി എന്ന് കരുതി എൻ്റെ പ്രേമഭാജനമായ പ്രവാചകന്റെ സുന്നത്ത് ഒഴിവാക്കണമെന്നാണോ നിങ്ങൾ കൽപ്പിച്ചതെന്ന്? ഒരു സുന്നത്തിനോടുത്ത വില അദ്ദേഹം മുസ്ലിമായി. ഈ മനുഷ്യൻ പ്രവാചകനെ പഠിക്കൂ. ഇത്ര വലിയൊരു മനുഷ്യനോ? അങ്ങനെ ഉണ്ടൊരു മതം പഠിച്ചു ഒരൊറ്റ സുന്നത്തിൻ്റെ പേരിലാണ്. നമ്മളെ ജീവിതത്തിൽ എന്ത് സുന്നത്ത്? സുന്നത്തിന് നമ്മൾ കൊടുത്ത നിർവചനം എന്താ അറിയോ? ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ കുറ്റമില്ലാത്തതും. പിന്നെ ആ പണിക്കേണ്ട ആവശ്യമില്ലല്ലോ സഹോദരന്മാരെ. സുന്നത്താണ് സ്വർഗം. അറിയോ? ഇപ്പൊ നമ്മൾ ദുഹുസ്കരിച്ചല്ലോ. ഈ ഫർദ് നിസ്കാരത്തിൽ ന്യൂനതണ്ടയെ പരിഹരിക്കാനുള്ള വഴി എന്താ? ഈ ദുഹുറിന്റെ സുന്നത്താ. സുന്നത്തില്ലെങ്കിലോ പരിഹരിക്കാൻ കഴിയൂല. അയാൾ എവിടെ പോവും? നരകത്ത് പോവും. നരകത്ത് പോയത് ദുഹുസ്കരിക്കായിട്ടാണോ സുന്നത്ത് നിസ്കരിച്ചിട്ടാണോ? ഇത് പഠിപ്പിക്കും. സുന്നത്താണ് നമ്മൾ ആത്മാവ്. സുന്നത്ത് ഫർളാണ്. ഫർള് സ്വീകരിക്കണോ? സുന്നത്ത് വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്രയിലല്ലാതെ ഏതെങ്കിലും ഫർള് നിസ്കാരത്തിന്റെ റവാത്തീബ് ഒഴിവാക്കി നിങ്ങൾ കാണിച്ചു തരുമോ? യാത്രയിലാണെങ്കിലും തഹജ്ജുദ് ഒഴിവാക്കിയോ? സുബീന്റെ സുന്നത്ത് ഒഴിവാക്കിയോ? ഞമ്മക്കാവുന്നൊരു വിഷയമുള്ള സംഗതിയല്ലല്ലോ. നോക്കൂ നിങ്ങൾ, സുബീന്റെ സുന്നത്ത് എന്താ? റക്അതൈ മിനൽ ഫജ്ർ ഖൈറും മിനദ് ദുനിയാ വമാ ഫിഹാ. ദുനിയാവ് മുഴുവൻ എനിക്ക് കിട്ടുന്നതിനേക്കാൾ ഹൈറാണ്. അത്ര അമൂല്യമായ ഒരു സംഗതിയായി സുബീന്റെ സുന്നത്ത് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. എന്താ പറഞ്ഞതെന്ന് അറിയോ? റോൾ മോഡൽ പ്രവാചകനാവണം. റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ. പ്രവാചകന്റെ സുന്നത്തുകൾ ഓരോന്നോരോന്നോരോന്ന് ഉണർന്ന് എഴുന്നേറ്റ് മുതൽ തിരിച്ചാ ബെഡിലേക്ക് എത്തുന്നത് വരെ എല്ലാ സുന്നത്തുകളും. അൽഹംദുലില്ലാഹില്ലദീ യഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ ഒന്നാമത്തെ സുന്നത്താണ്. രണ്ട്, അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വഅഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രിഹി. ഈ പ്രാർത്ഥന ചൊല്ലാതെ നമ്മുടെ നേതാവ് കിടക്കയിൽ നിന്ന്, കിടക്കാന്ന് പറയാൻ പറ്റൂല, ആ കീറിയ പായയിൽ നിന്ന് എഴുന്നേറ്റിരുന്നിട്ടില്ല. കിടന്നുകൊണ്ട് അത് രണ്ടും പറയരുത്, അങ്ങനെ തന്നെ പറയണം. എന്നിട്ട് എഴുന്നേറ്റിരുന്നിട്ട് ആകാശത്തേക്ക് നോക്കി മുഖവും കണ്ണും തടവിക്കൊണ്ട് പ്രവാചകനോദും ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ. സൂറത്തു ആലു ഇമ്രാൻ 190 മുതൽ 194 കൂടിയ 5 ആയത്തുകളോതും. സുന്നത്ത നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതാ. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയ എല്ലാ സുന്നത്തും. അപ്പോഴാണ് വബി മുഹമ്മദിൻ റസൂലൻ എന്നതിനോട് നീതി പുലർത്തിയവരാവാൻ നമുക്ക് സാധിക്കുള്ളൂ. വബിൽ ഇസ്ലാമി ദീനൻ, മതമായി. മതം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ വേ ഓഫ് ലൈഫ്, എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യത്തിൻ്റെയും രൂപം തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ്. അതാ ദീൻ. അതാണ് വബിൽ ഇസ്ലാമി ദീനൻ. നമുക്ക് നമ്മളെ താല്പര്യം. ഈ കോഴിക്കോട് ടൗണിൽ 25 കൊല്ലം മുമ്പ് സ്ത്രീധനത്തിനെതിരെ ഒരു പരിപാടി, ഏതാണ് മുജാഹിദുകളൊന്നുമല്ല, വേറെ ഏതൊരു സംഘടന. അപ്പം ആരോ എൻ്റെ നമ്പർ കൊടുത്തു. അന്ന് എനിക്ക് ഇപ്പോഴേക്ക് 25 വയസ്സ് കുറവാണ്. അപ്പം അത്രയും ബുദ്ധി ഇതുണ്ടാവില്ല. മൈക്കാണ്ട് കിട്ടിയാൽ എന്താ വിളിച്ചാൽ എനിക്ക് തന്നെ അറിയില്ല. അപ്പം സ്ത്രീധനല്ലേ ആലോണോട് പറഞ്ഞു, കാരണം നമ്മൾ വാങ്ങാനായില്ലല്ലോ. അപ്പോൾ പ്രസംഗം കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് സംഘാടക. അപ്പം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഒരുത്തൻ്റെ പിന്നാലെ, ഓൻ്റെ പിന്നാലെ എനിക്ക് ബേജാറായി. ഞാൻ സംഘാടകരെ നോക്കിയിട്ട് കാണില്ല. ഞാൻ ഓനാണ് പോയിക്കോട്ടെ നിലക്ക് മൂത്രപാത്തി കയറി, ഓനും കയറി. ഒരു സ്ഥലത്ത് ഓനും ഇരുന്ന്, അപ്പുറത്ത് ഞാനും ഇരുന്ന്. ഞാൻ നീക്കാൻ ഓനും കാത്തുനിന്ന്, ഓൻ നീക്കാൻ ഞാനും കാത്തുനിന്ന്. കാത്തുക്കണ പരിധിണ്ടല്ലോ, ഞാൻ നീച്ച് മൂത്രയ്ക്കാണൊന്നുമില്ല. അപ്പം ഞാൻ ചോദിച്ചു, എന്താ ചോദിച്ചു? എനിക്ക് അന്നൊന്ന് കാണണം എന്ന് പറഞ്ഞു. എനിക്ക് അപ്പം തന്നെ പള്ളയെ കാളി. പുറത്തിറങ്ങി എന്നോട് ചോദിച്ചു ഒറ്റ ചോദ്യം. അങ്ങനത്തെ ചൂടിലുള്ളത്. അടി എൻ്റെ മുഖത്തേക്കാട് വീണില്ല എന്നേ ഉള്ളൂ. അവൻ ചോദിച്ചു, ഈ ബാർബർ പണി ഇസ്ലാമിൽ അനുവദനീയമാണോ? അപ്പം എനിക്ക് മനസ്സിലായി അവൻ്റെ ചോദ്യം അതല്ല, വേറെന്തോ ഒന്നാണ്. അപ്പം അതിക്കുള്ള പോക്കാണിത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. എന്താ എനിക്ക് മലയാളം മനസ്സിലാവില്ല? ഇതുവരെ മലയാളം സംസാരിച്ച് ഞാൻ അപ്പം എന്നോട് ചോദിച്ചത് മലയാളത്തിൽ തന്നെയല്ലേ? അല്ല, ഒന്നുകൂടി ചോദിക്കുക. ഒന്നുകൂടി ചോദിക്കാം. ഈ ബാർബർ പണി ഇസ്ലാമിൽ അനുവദനീയമാണോ? ആണ്. എന്നിട്ടെന്താ എനിക്ക് പെണ്ണിട്ടാത്തത്? നോക്കണം. എന്നിട്ടെന്താ എനിക്ക് പെണ്ണിട്ട? ഉദ്ദേശം മനസ്സിലായല്ലോ. ആ യുവാവ് കാണാൻ സുമുഖനാണ്, ജീവിക്കാനൊരു തൊഴിലുണ്ട്, അത് ബാർബർ പണിയാ. പക്ഷേ പാരമ്പര്യ മുസ്ലിങ്ങൾ അയാൾക്ക് പെണ്ണ് കൊടുക്കാൻ തയ്യാറല്ല. ഇസ്ലാമിൻ്റെ വല്ലല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്ര തടി വെച്ചിലാക്കണമല്ലോ. ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ലോകത്ത് ബാർബർ അല്ലാത്ത ഒറ്റ മനുഷ്യനുമില്ല. അവൻ ആദ്യമായിട്ട് കേൾക്കുക. അങ്ങനെ നിങ്ങളോ? നിങ്ങൾ ബാർബറാ? എവിടെ? ഇവിടെ ഞാനല്ല അന്നാക്കല് ബാർബറായില്. 40 ലക്ഷം ഹാജിമാർ മക്കയിൽ ഇഹ്റാം കെട്ടി ഹജ്ജ് ചെയ്താൽ ഓല് ഇഹ്റാമെന്ന് ഒഴിയലെങ്ങനാ?
ബാർബറായിട്ട്. അപ്പോൾ ഓരോ കൊല്ലം മക്കയിൽ നിന്ന് വരുന്ന എത്ര ബാർബർമാരാ? 40 ലക്ഷം ബാർബർമാർ. ഹാജി നല്ല വിളിക്കുന്നുണ്ട് ബാർബറേന്നാ, കാരണം ഓൻ്റെ തല ഓൻ തന്നെ ആയിരിക്കും തെക്കിയിട്ടുണ്ടാകുക. സ്ത്രീകളാണ് മുടി ഇങ്ങനെ വിളിച്ച് ഓല് ബാർബർച്ചിയായി കേട്ടോ. ഈ ജോലി ഒരു റൂമിൽ കസേരട്ട് കണ്ണട വെച്ച് ചെയ്താൽ ഓനക്ക് പെണ്ണിനെ കിട്ടൂല. ഇത് ഏത് ഇസ്ലാമാ? പരിശോധിച്ച് നോക്കിയാണ്. നിങ്ങൾക്കുണ്ടല്ലോ പെൺകുട്ടികൾ, നിങ്ങൾ കൊണ്ടുവന്നാൽ ഞാൻ തരുമോ? ഈ വയലൊക്കെ ഞാൻ പറയും. കല്യാണം ആലോചിച്ച് വരി, എന്താ പണി? ബാർബറിന് വേണ്ടാറി. എന്തേ കാര്യം? വബിൽ ഇസ്ലാമി ദീന. മദീന പള്ളിയിൽ അത്യത്ഭുതകരമായ കല്യാണം നടന്നു. ബനു ഹിന്ദ് ഗോത്രം പ്രബല കുടുംബമാണ്. ബനു ഹയ്യാദ് ഗോത്രം ബാർബർ കുടുംബമാണ്. ആ ബാർബർ കുടുംബത്തിലൊരു പെൺകുട്ടിയെ ബനു ഹിന്ദ് ഗോത്രത്തിലെ യുവാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അല്ലാഹുവിന്റെ റസൂൽ. വബിൽ ഇസ്ലാമി ദീനൻ. ഈ ദീൻ നമ്മളെടുത്ത് നടക്കുമോ? നടക്കൂല. എന്നിട്ട് നമ്മൾ പറയില്ലേ വബിൽ ഇസ്ലാമി ദീനൻ. നോക്കി നിങ്ങൾ, പ്രവാചകന്റെ മുമ്പിലിരിക്കുക, 39 വയസ്സായ യുവാവ് കല്യാണം കഴിച്ചില്ല. റസൂൽ അങ്ങനെ ലോകിയൊക്കെ പറഞ്ഞു, കുട്ടികൾ എത്ര ആടോ? കുട്ടികളാവാൻ കല്യാണം കഴിക്കണ്ടേ? അതെന്തേ? എന്നെ കണ്ടിട്ട് ഒരു പെണ്ണുങ്ങൾക്കും പറ്റില്ല, ഞാൻ വിരൂപനാണ് റസൂലേക്ക്, പെണ്ണ് കിട്ടില്ല. വടച്ചോനെ, ഒരു യുവാവിൻ്റെ ദുഃഖം. അത് ശരി, ഞാൻ ഇപ്പോഴാണല്ലോ അറിഞ്ഞാടോ, ഞങ്ങൾക്ക് കുറച്ച് നേരത്തെ പറഞ്ഞു കഴിഞ്ഞോ, പെണ്ണ് അമ്മ കെട്ടണം, ഞാൻ ശരിയാക്കി തരാം. ഈ ഒരു കാര്യം ചെയ്യ്, ഒരാളെ പേരും അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുത്ത് പറഞ്ഞു അവിടെ പോയിട്ടേ അയാൾക്കൊരു പെൺകുട്ടി ഉണ്ട്, ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞാൽ മതി. അപ്പം റസൂൽ പറഞ്ഞാൽ എന്തായാലും നടക്കുമല്ലോ എന്ന നിലക്ക് അതുവരെ ഇനി പെണ്ണ് വേണ്ടാന്ന് വിചാരിച്ച് ഇയാൾക്ക് രണ്ടാമത് പൂതി വെപ്പിച്ച്, അങ്ങനെ ഉള്ളേക്ക് നല്ല കുപ്പായം തുണിയൊക്കെ ഇട്ട് അയാളെ വീട്ടിൽ പോയി കയറി ഇരുന്ന് വെള്ളമൊക്കെ കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് എന്തേ പോന്ന്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഞാൻ പെണ്ണ് കെട്ടാൻ നിങ്ങൾക്കൊരു മോളുണ്ട് എന്ന് അറിഞ്ഞ് റസൂല പറഞ്ഞയച്ചതാണ്. അങ്ങനെ ഈ കണ്ണാടി നോക്കല്ലേ? ഏയ്, ഫിസിക്കലി യോജിക്കൂലാൻ. അത് ഇയാൾ പറയുന്നത്, ഇയാൾ കണ്ട റസൂല പറഞ്ഞാണല്ലോ. ശരി, വാപ്പ സമ്മതിക്കാൻ ഞാൻ അപ്പം നിവൃത്തിയില്ലല്ലോ. ശരി, അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോഴാണ് ഒരു ജനലിൻ്റെ ഉള്ളിൽ കൂടി ഒരു ആയത്ത് ഇങ്ങനെ ഒഴുകി വരുന്നത്. ആരാ ഓതിയതെന്നറിയോ? ഈ പെൺകുട്ടിയാണ്. ഓതിക്കൊടുത്ത ആർക്കാന്നറിയോ? യുവാവിനല്ല, ആപ്പക്ക. അതാ മുഅ്മിൻ. മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിന ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ദലാലൻ മുബീന. ബാപ്പനോട് കുട്ടി പറഞ്ഞെന്താ അറിയോ? ഉപ്പ, ഒരു കാര്യത്തിൽ അള്ളാഹുവിൻ റസൂൽ ഒരു തീരുമാനം പറഞ്ഞാൽ പിന്നെ ആ വിഷയത്തിൽ നമുക്ക് നമ്മളിഷ്ടണ്ടാൻ പറ്റൂല കേട്ടോ. എനിക്ക് അള്ളാഹുവിന്റെ റസൂൽ അയച്ച പുയ്യാപ്പളയാണത്, എനിക്കയാൾ മതി. കാരണം എന്താ? ഇനി എനിക്ക് എന്റെ സ്വന്തം ഇഷ്ടണ്ടാൻ പറ്റൂല. എന്തേ? അള്ളാഹുവിൻ റസൂൽ തീരുമാനിച്ചതാ. റസൂൽ തീരുമാനിച്ചാൽ അള്ളാഹ് തീരുമാനിച്ചതാണ്. എന്താ കാര്യം? വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യുഹ. അപ്പൊ അള്ളാഹുവിൻ റസൂൽ എനിക്ക് തീരുമാനിച്ച പുയ്യാപ്പളയാണ് വാപ്പ, വേറൊന്നും നിങ്ങൾ ആലോചിക്കരുത്, കല്യാണം നടക്കണം. അക്കൊലൈമെന്ന് നിക്കാഹ് നടന്നില്ലേ? അതാ റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ. ഇസ്ലാമിന്റെ മുമ്പിൽ അള്ളാന്റെ കൽപ്പന, അള്ളാന്റെ ദീനെതിരായിട്ട് ഒന്നും വേണ്ട. ഒരു കല്യാണം നിങ്ങൾക്ക് നടത്താൻ കഴിയോ? നിങ്ങൾ തീരുമാനിക്കും എൻ്റെ മോന്റെ കല്യാണം ഇസ്ലാമിക രീതിയിലേ നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ എത്ര കുടുംബക്കാർ തെറ്റുമെന്നറിയോ? എത്ര ബന്ധമില്ലാതാവുമെന്നറിയോ? എന്താ കാരണം? നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് അറിയൂ. എങ്ങനെയാണ് നാട്ടിൽ നടപ്പ് അതേ നമുക്കറിയും. ദീനു നിങ്ങൾ നോക്കൂ, വിവാഹത്തിന്റെ തലേ ദിവസം നിങ്ങളെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് ഏത് ജാതി മനുഷ്യനും കയറി വന്നൂടെ? എല്ലാ വാതിലും ഓപ്പൺ അല്ലേ? മക്കളെ കൂടെ പഠിച്ചവർ എന്ന് പറഞ്ഞ് മുടിയും താടിയും നീട്ടി ആണോ പെണ്ണോ എന്നറിയാത്ത ആളുകൾ വന്ന് നമ്മുടെ വീട്ടിൽ ഡാൻസും പാട്ടും നടത്തില്ലേ സഹോദരന്മാരെ? ഇല്ലേ? എന്ത് ദീനാണതിലുള്ളത്? നിങ്ങൾ ആലോചിച്ച് നോക്കി. എൻ്റെ മകളെ കല്യാണം കഴിക്കാൻ വരുന്ന പുരുഷനല്ലാത്ത വേറൊരു പുരുഷൻ്റെ കുട്ടിനെ കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. നിങ്ങളെ കുട്ടിനെ കാണാൻ എത്ര ആൾ വന്നിരുന്നു? എത്ര ആൾക്ക് പ്രദർശന വസ്തുവാക്കി ഞാനും നിങ്ങൾ നമ്മളെ വകുമക്കിട്ടേ? ഏതാ ദീനുള്ളത്? നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്കി. വദ അൽ ഇസ്ലാമു ഗരീബ വസയഊദു കമാ ബദ ഫതൂബാ ലിൽ ഗുറബാ. ഇസ്ലാം ആരും സ്വീകരിക്കാനില്ലാത്ത അവസ്ഥയിൽ വന്നു, അതേ അവസ്ഥയിലേക്ക് തിരിച്ചു പോയി. ഒരു സംശയമില്ല. ഒറ്റ കാര്യം, നിങ്ങളെ മക്കളെ കല്യാണം ഇസ്ലാമിക രീതിയിൽ നടത്തുമെന്ന് തീരുമാനിച്ചു നോക്കി, പെണ്ണുങ്ങൾ നിങ്ങൾക്കെതിരാവും. എന്താ കാരണം? ഓല ആദ്യമായിട്ട് കേൾക്കുക അങ്ങനൊന്നുമില്ല, ഇതൊക്കെ നമ്മളെല്ലാവരും ചെയ്യണാണല്ലോ. ഉണ്ടോ? റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനൻ. ഇതിന് ശോഷണം സംഭവിച്ചു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്താ പരിഹാരം? നമ്മുടെ മനസ്സിൽ ഏറ്റവും വലുത് സ്വർഗമായിരിക്കണം. അള്ളാഹു, പരലോകം. സ്വർഗം കിട്ടാനാണ് ഞാൻ ജീവിക്കുന്നത്, കല്യാണം കഴിക്കുന്നത്, കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത്, വീടുണ്ടാക്കുന്നത്,
ജോലി ചെയ്യണത്, ഭാര്യ സന്താനങ്ങളെ പോറ്റുന്നത് എല്ലാം സ്വർഗം കിട്ടാനാ. സ്വർഗം കിട്ടൂലേ? ഒരു പണിക്കും ഞാനില്ല. എന്തെങ്കിലും ചെയ്യാണോ അതുകൊണ്ട് എനിക്ക് സ്വർഗം കിട്ടണം എങ്കിൽ ആ തീരുമാനം വളർന്ന് വലിയ തീരുമാനമായി വന്നാൽ എല്ലാ മേഖലയിലും നമുക്ക് ഈ 3 കാര്യം മുറുകെ പിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഞാൻ 2 ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുക. ആരെങ്കിലും മദീനയിൽ പോകുമ്പോൾ മദീന പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ച് അള്ളാഹുവിൻ്റെ റസൂലിനോട് സലാം പറഞ്ഞ് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒരു 2.5 കിലോമീറ്റർ അപ്പുറത്ത് ഒരു എന്താ പറയുക തൻഈം എന്നൊരു ചെറിയൊരു കുന്നുണ്ട്. ആ കുന്നിൻ്റെ താഴെ ഒന്ന് പോണത് നല്ലതാണ്. ഒന്നുമില്ല, ഒരു കുന്ന്. പക്ഷെ 1400 കൊല്ലം മുമ്പ് ഒരു വലിയ ചരിത്രത്തിന് സാക്ഷിയായ സ്ഥലമാണത്. ഒരു ദിവസം രാവിലെ തൻഈം എന്ന കുന്നിൻ്റെ ചെരുവിലേക്ക് ഒരാൾക്കൂട്ടം എന്തോ ഒരു അത്ഭുതം നടക്കേണ്ടത് കാണാൻ പോവുകയാണ്. എന്താണ് അത്ഭുതം? 33 വയസ്സായ യുവാവിനെ കുരിശിൽ തറച്ച് കൊല്ലുകയാണ്. അത് മരിക്കണ കാണാനാ പോണ്. ആരാണത്? അദ്ദേഹത്തിൻ്റെ പേര് ഹുബൈബ് റളിയല്ലാഹു അൻഹു എന്നായിരുന്നു. പറക്കമുറ്റാത്ത മക്കള്, ഗർഭിണിയായ ഭാര്യ, പ്രായമായ മാതാപിതാക്കൾ, സംരക്ഷിക്കാനുള്ള ഏക ആൺതരി, അതാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം വീട്ടിൽ ജീവിച്ചിരിക്കൽ വളരെ അത്യാവശ്യമാണ്. ആ സമയത്താണ് 2.5 കിലോമീറ്റർ അകലെ തൻ്റെ വീട്ടിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ വെച്ച് അദ്ദേഹം കുരിശിൽ തറക്കപ്പെടുന്നത്. കുരിശിൽ തറക്കുക നിങ്ങൾക്കറിയാം, ആണി അടിക്കലാണ്. അടിച്ച ഓരോ ആണിയുടെ ദ്വാരത്തിലൂടെയും രക്തം ഇങ്ങനെ പമ്പ് ചെയ്യുകയാണ്. കുറേ പമ്പ് ചെയ്താൽ രക്തം ഇങ്ങനെ കുറയും, മരണം ഇങ്ങനെ അടുത്തടുത്ത് വരും. താൻ മരിക്കുന്നത് കാണാൻ തടിച്ചുകൂടിയ 100 കണക്കിന് തദ്ദേശീയരായ ആളുകളോട് മരണത്തിൻ്റെ തൊട്ടുമുമ്പ് അദ്ദേഹം 6 വരി പാട്ട് പാടിക്കൊടുത്തു. ഹുബൈബ് റളിയല്ലാഹു അൻഹു പാടിയ പാട്ട് സഹോദരന്മാരെ സഹീഹുൽ ബുഖാരിക്ക് ഒരുപാട് ആളുകൾ വിശദീകരണം എഴുതിയിട്ടുണ്ട്. അതിലേറ്റവും പ്രസിദ്ധമായ വിശദീകരണം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫത്ഹുൽ ബാരിയാണ്. ആ ഫത്ഹുൽ ബാരിയിൽ ഹൃദയസ്പർക്കായ അദ്ദേഹം ഹുബൈബിൻ്റെ 6 വരി പാട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ദൗർബല്യങ്ങളെയും, എല്ലാ ബലഹീനതകളെയും, എല്ലാ കെട്ടുകളെയും പ്രതിബന്ധങ്ങളെയും അകറ്റി മാറ്റി സ്വർഗം എങ്ങനെ ഒരു മനുഷ്യനെ രൂപപ്പെടുത്തുമെന്നത് ആ പാട്ടിൽ നിന്ന് നമുക്ക് ധാരാളം പഠിക്കാനുണ്ട്. വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ജംബിൻ കാന ലില്ലാഹി മസ്റഈ. ഞാൻ മരിച്ചു പോകുന്നത് ഒരു മുസ്ലിം ആയിക്കൊണ്ടാണെങ്കിൽ സ്വർഗ്ഗം ഉറപ്പാണ്. സ്വർഗ്ഗം ഉറപ്പാണ്. ഒരു മുസ്ലിം ആയിട്ടാണ് ഞാൻ ഇനി മരിച്ചു പോകുന്നതെങ്കിൽ എങ്ങനെ, എപ്പോ, ഏത് രൂപത്തിൽ, ആരുടെ കയ്യാൽ മരണപ്പെട്ടാലും ആരോടും എനിക്കൊരു പരാതിയുമില്ല എന്നാ. എന്നെ യുദ്ധക്കളത്തിൽ വെച്ച് പിടിച്ചവരോട്, എന്നെ ലേലം ചെയ്ത് വിറ്റവരോട്, എന്നെ പണം കൊടുത്ത് വാങ്ങിയവരോട്, എന്നെ കുരിശിൽ തറച്ചവരോട്, അത് കാണാൻ തടിച്ചുകൂടിയവരോട് ഒരാളോടും ലവലേശം വെറുപ്പോ വിദ്വേഷോ ഹുബൈബിനില്ല. കാരണം എൻ്റെ റൂഹ് എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന ആ നിമിഷം ഖുർആൻ പറഞ്ഞതുപോലെ ഖീല ദുഖുലിൽ ജന്ന ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ എന്ന് സ്വാഹിബു യാസീനോട് അല്ലാഹു പറഞ്ഞതുപോലെ എനിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയോ ശരീരത്തിൻ്റെയോ വിഷമങ്ങളോ പ്രയാസങ്ങളോ എല്ലാം മറികടന്ന് ആ മറികടക്കാൻ മാത്രം അദ്ദേഹത്തെ പ്രബലനാക്കിയ ഒരു സ്വർഗബോധം മുസ്ലിം ഉമ്മത്തിൻ്റെ മനസ്സിൽ നിന്ന് ഇന്നയോ പടിയിറങ്ങിപ്പോയി. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം എന്താ അറിയോ? ദുനിയാവാ, പരലോകമല്ല. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ വലിയ ഭാരമായി തോന്നുന്നത്. 2 കാലും ഛേദിക്കപ്പെട്ടു. പറയാൻ വളരെ എളുപ്പമുണ്ടല്ലേ. എൻ്റെ 2 കാലും തൊടൻ്റെ പടെ ഒരാൾ കത്തിയോണ്ട് വെട്ടിയാണ്ട് മുറിച്ചാൽ എൻ്റെ അവസ്ഥ എന്താ? 2 കൈയും ഛേദിക്കപ്പെട്ടു. ആ മനുഷ്യൻ്റെ വേദന ഒന്ന് ഇമേജ് ചെയ്യാൻ നമുക്ക് സാധിക്കുമോ? ഇനി തടുക്കാൻ കഴിയില്ല. അപ്പൊ ശത്രു എന്ത് ചെയ്ത്? മൂക്ക് ഇങ്ങനെ മുറിച്ച്, ചെവി ഇങ്ങനെ മുറിച്ചെടുത്ത്. ജീവനുള്ള മനുഷ്യനാണിത്. ഇനി വേറൊരാള് തലയൊടലും മാത്രമാണ്. അതല്പം കത്തിയോണ്ട് മുറിച്ചാൻ പറ്റുന്നല്ലോ, വെട്ടി വെക്കണല്ലോ. അങ്ങനെ തലയും ഉടലും വെട്ടി മാറ്റാൻ വേണ്ടി വാളോങ്ങി നിൽക്കുന്ന ഈ ശത്രുവിനോട് ഒന്ന് കാർക്കിച്ചു തുപ്പാൻ പോലും കഴിയാത്ത ഈ യോദ്ധാവും സ്വഹാബി പറഞ്ഞ വാക്കെന്താ അറിയോ? അത് കേട്ടപ്പോൾ ശത്രു വെട്ടിയില്ല. കാരണം അയാൾക്ക് തോന്നി എന്തിന് വെട്ടുക അതിനെ. വെട്ടി നമുക്കൊരു സന്തോഷം കിട്ടാനാണല്ലോ. വെട്ടലാ മൂപ്പർക്ക് സന്തോഷം, ഞാൻ മുറിക്കലാണ് അദ്ദേഹത്തിന് സന്തോഷം. ഇനി ഒരു കഷ്ടം മുറിച്ചാൽ അത്രയും സന്തോഷം കൂടുക. എന്തിനാണ് ആളെ സന്തോഷം കൂട്ടുന്നത്? വെട്ടില പോയി. എന്താ കാര്യം? ഞാൻ അള്ളാനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരടിമയായതുകൊണ്ടാണ് താങ്കൾ എന്നെ തുണ്ടം തുണ്ടമായി നുറുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റി.
എന്താ തെറ്റിയെന്നറിയോ? അർജു ബിഹി ഐശം മിനല്ലാഹി അലിയ. എൻ്റെ ശരീരത്തിൽ നിന്ന് തെറിച്ചു വിടുന്ന ഓരോ തുണ്ട് മാംസത്തിന് പകരം, ഓരോ തുള്ളി രക്തത്തിന് പകരം അള്ളാന്റെ അടുക്കൽ വലിയ പ്രതിഫലമാണ് എന്നെ കാത്തു നിൽക്കുന്നത്, വെട്ടിക്കോളൂ എന്നൊരു മനുഷ്യൻ പറയണമെങ്കിലേ അദ്ദേഹത്തിന്റെ മനസ്സിലെ സ്വർഗത്തിന്റെ വലുപ്പത്രയാ. ഈ സ്വർഗമാണ് പ്രവാചകൻ സ്വഹാബികൾക്ക് പകർന്നു കൊടുത്തത്. അതുകൊണ്ടാണ് ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല നൂറ്റാണ്ട് എൻ്റെ നൂറ്റാണ്ട്. അന്ന് കമ്പ്യൂട്ടർ ഉണ്ടോ? ഇല്ല. ടെലിഫോൺ ഉണ്ടോ? ഇല്ല. പ്ലെയിൻ ഉണ്ടോ? ഇല്ല. തീവണ്ടി ഉണ്ടോ? ഇല്ല. മോട്ടോർ വാഹനം ഉണ്ടോ? ഇല്ല. പിന്നെ ഏതർത്ഥത്തിലാ സഹോദരന്മാരെ അതാണ് നൂറ്റാണ്ട്, ഏറ്റവും നല്ല നൂറ്റാണ്ട് നമ്മുടെ നേതാവ് പറഞ്ഞത്? ആ വളർച്ചയാ നമുക്ക് തളർന്നു പോയതല്ലാതെ ഭൗതികമായ വളർച്ചയല്ല. ആ മനുഷ്യരുടെ മനസ്സിൽ സ്വർഗമായിരുന്നു വലുത്. മരിക്കുന്ന സമയത്തുള്ള ദാഹം ഏത് ജാതിയാ നിങ്ങൾക്ക് അറിയോ? സമുദ്രത്തിലെ മുഴുവൻ കുടിക്കാൻ കൊടുത്താലും അവൻ്റെ ദാഹം മാറൂല. മുഅ്ത യുദ്ധത്തിൽ മരിക്കാനെ കിടക്കുന്ന സ്വഹാബി മരണവെള്ളം, ദാഹജലം തൊള്ളേക്ക് പാർന്നു കൊടുക്കുമ്പോഴേ അന്യന്റെ രോദനം കേട്ടപ്പോ അയാൾക്ക് കൊടുക്ക് എന്ന് പറഞ്ഞൊരു സമൂഹത്തെ ഏത് ആദർശത്തിനാണ് അവിടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? പരിശോധിച്ച് നോക്കി നിങ്ങൾ. എത്ര ത്യാഗോജ്വലമായ ചരിത്രമാണത്. ഒരു മനുഷ്യൻ മരിക്കാൻ തന്നെ വേറൊരാളെ പരിഗണിക്കാൻ കഴിയും നമുക്ക്? ആലോചിച്ച് നോക്കി നിങ്ങൾ. ആ സമയത്ത് തൻ്റെ വായിലേക്ക് ഒഴിച്ചു തരാൻ ദാഹജലം, തൊട്ടപ്പുറത്ത് മാ എന്ന രോദനം കേൾക്കുമ്പോൾ അങ്ങോട്ട് കൊടുക്കൂന്ന് ഒരു മനുഷ്യൻ പറയണമെങ്കിൽ അയാൾക്ക് അയാളുടെ വൈകാരിക തലങ്ങളെ ഏത് വിധം നിയന്ത്രിക്കാനുള്ള ആത്മബലമുണ്ടാകും. ആ ആത്മബലത്തിന്റെ പേരാണ് ഈമാൻ. അതുണ്ടാവേണ്ടത് റദീതു ബില്ലാഹി റബ്ബൻ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീന. എന്നിട്ട് എന്താ ഉണ്ടായെന്നറിയോ? 3 ആളെ തൊള്ളേക്കും വെള്ളം പാർന്നിട്ട് 3 ആളും കുടിച്ചില്ല. 3 ആളും മുഖത്തോട് മുഖം നോക്കി മരിച്ചുപോയി. അർശിന്റെ തണലിൽ വിഭാവനം ചെയ്യുന്ന ഒരു വിഭാഗം ആരാന്നറിയോ? അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുന്നവർ, അതിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്നവർ, അങ്ങനെ പിരിഞ്ഞു പോയവർ മുഅ്ത യുദ്ധത്തിൽ വെച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇന്നത്തെ അവസ്ഥ എന്താ? ജ്യേഷ്ഠാനുജന്മാർ നമ്മളെ ബന്ധത്തിന്റെ അവസ്ഥ എന്താ? ഞാൻ വിശദീകരിക്കുന്ന 2 മണിയായി അവസാനിപ്പിക്കാൻ. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിനെ റബ്ബായി തൃപ്തിപ്പെടണം. അള്ളാഹുവാണ് നമ്മുടെ കേന്ദ്രബിന്ദു. അവന്റെ തൃപ്തിയാണ് ഏറ്റവും വലിയ തൃപ്തി, അവന്റെ ശിക്ഷയാണ് ഏറ്റവും വലിയ ശിക്ഷ, അവന്റെ ആനുകൂല്യമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിന് വിധേയപ്പെട്ട് ജീവിക്കണം, അവനോട് പ്രാർത്ഥിക്കണം, അവനുമായി നിരന്തരമായി ബന്ധപ്പെടണം. 2, നമ്മളെ റോൾ മോഡൽ പ്രവാചകനാണ്. പ്രവാചകന്റെ സുന്നത്ത് വിട്ടൊരു ഏർപ്പാട് നമുക്ക് ഉണ്ടാവരുത്. നമ്മളെ ദീൻ ഇസ്ലാമാണ്, നമ്മൾ മുസ്ലിമാണ്. ഖുർആൻ പറഞ്ഞു വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിം. എവിടെ ചെന്നാലും മുസ്ലിമായി ജീവിച്ച് മുസ്ലിമാണ് എന്നതിൽ അഭിമാനം കൊള്ളാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ റമളാൻ ആ വിഷയത്തിൽ നമുക്ക് വന്നുപോയ കുറവുകൾ പരിഹരിക്കുവാനും ചേർക്കുവാനുമുള്ളൊരു അവസരമായി കൂടെ ഈ മാസത്തെ ഉപയോഗപ്പെടുത്തണമെന്ന് എന്നോട് നിങ്ങളോടും ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവെ, വന്നുപോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഇത്രയും സമയം പറഞ്ഞതും കേട്ടതും സ്വാലിഹായ ഒരു അമലായി ഞങ്ങൾ ഓരോരുത്തരിൽ നിന്നും നീ സ്വീകരിക്കണേ തമ്പുരാനെ. പരിശുദ്ധ ഖുർആനും പരിശുദ്ധ റമദാനും അനുകൂലമായി സാക്ഷി പറയുന്ന യഥാർത്ഥ നോമ്പുകാരിൽ, ഖുർആൻ പാരായകരിൽ, പഠിതാക്കളിൽ ഞങ്ങളെല്ലാം നീ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. യഥാർത്ഥമായ ഈമാനിൻ്റെ, തഖ്വയുടെ, ഇഖ്ലാസിൻ്റെ വാഹകരായി ജീവിച്ച് മരിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. രോഗികളായ എല്ലാവർക്കും നീ ശിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. മരിച്ചുപോയ മുൻഗാമികൾക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ, ജീവിത ഉപാധിയിൽ, കൃഷിയിൽ, കച്ചവടത്തിൽ, വരുമാനത്തിൽ, ആരോഗ്യത്തിൽ, സന്താനങ്ങളിൽ, ഇണകളിൽ, കുടുംബജീവിതത്തിൽ ഖൈറും ബർക്കത്തും പുരോഗതിയും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. മാറാവ്യാധി, മാരക രോഗത്തെ തൊട്ട്, താങ്ങാനാവാത്ത പരീക്ഷണങ്ങളെ തൊട്ട് ഞങ്ങളെല്ലാം നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.